പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ കൂടെ പറയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെ പറ, എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, എനിക്ക് സൗഖ്യമുണ്ട്. രോഗത്തിനോ രോഗാത്മാവിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് വചനം കേട്ടുകൊണ്ടുവരുന്നു. ഇന്നലകളിൽ കേട്ട വചന ചിന്ത എന്താണെന്നുള്ളത്, വചനഭാഗമല്ല, വചന ചിന്ത എന്താണെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പിശാചിന്റെ തന്ത്രങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ശക്തിയല്ല. വചനമാകുന്ന വാള് നാവ് ഉപയോഗിച്ച് വെട്ടണം. നാവ് ഉപയോഗിച്ച് ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, പിശാചിന്റെ ശക്തിയല്ല, അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. വചനമെന്ന വാളുകൊണ്ട് നമ്മളതിനെ വെട്ടണം ഇന്നലെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞേ, എന്താ ചെയ്യേണ്ടത്? ആ വചനപ്രകാരം ഒന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഇന്നലെ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞേ. അപ്പൊ പലതവണ വചനം എന്ന വാളുകൊണ്ട് പിന്നെയും പിന്നെയും വെട്ടി അത് വീഴിക്കുന്നത് വരെ നിങ്ങൾ വെട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനും അനുഭവിക്കുവാനും ഒക്കെയും കർത്താവ് നിങ്ങളെ ഇടയാക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വീണ്ടും ആ വാക്യത്തിൻ്റെ അകത്തു നിന്ന് തന്നെ ഇന്ന് നമുക്ക് കുറച്ച് വാക്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം നമുക്ക് എഫ്.എസ്. ലേഖനത്തിൻ്റെ ഇന്നലെ എടുത്ത വാക്യം ഇതാണ്: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും. അപ്പോൾ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളിനെ പറ്റി നമ്മൾ കേട്ടു. അപ്പോൾ ആ വചനം നമുക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ, ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, വചനം കൊണ്ട് അതിനെ വെട്ടി നീക്കുവാൻ കഴിയും. ഏത് വലിയ പ്രശ്നമാണെങ്കിലും വചനത്താൽ അതിനെ ജയിക്കുവാൻ കഴിയും. ദൈവം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ വചനം അയച്ച് വിടിവിക്കുന്ന ദൈവമാണ്. വചനം അയച്ച് വിടിവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ വചനം കൊണ്ട് അതിനെ വെട്ടണം. വചനം പറയണം. ഹൃദയത്തിൽ ആ വചനം പറയണം. നാവിലൂടെ അതിനെ റിലീസ് ചെയ്യണം. നിങ്ങളുടെ സകല വിഷയത്തിൻ്റെ മേൽ ആ വചനം എന്ന ആത്മാവിൻ്റെ വാൾ. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ വാളാണ് വചനം. അപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങളൊക്കെയും രണ്ടായി പിളർന്ന്, പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് മുമ്പേ വഴി തുറന്നതുപോലെ ദൈവത്താൽ ഒരു വഴി തുറക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ വചനത്തെപ്പറ്റി നമ്മൾ കേട്ടു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയുടെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം, യാചന എന്നുള്ളത് നമുക്കറിയാമല്ലോ, യാചിക്കുക എന്നുള്ളതല്ല, ചോദിക്കുക എന്നുള്ളതാണ്. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ നാവ് കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാവിൻ്റെ പ്രാർത്ഥനയുണ്ട്. 2 തരം പ്രാർത്ഥനയുണ്ട്. ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മലയാളം ഭാഷ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആത്മാവിന് വേണ്ടത് അറബിയോ ഇംഗ്ലീഷോ ഭാഷ ഉപയോഗിച്ച് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ആത്മാവിലുള്ള ആ ഒരു ഭാഷയുടെ, അല്ലെങ്കിൽ ഏത് ഭാഷയിലാണ് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് പറ. ഇതാണ് അന്യഭാഷാ പ്രാർത്ഥന.
നിങ്ങൾ നമ്മുടെ വിഷയങ്ങൾ മാറണം. നമ്മൾ പലപ്പോഴും വചനം പറഞ്ഞ് നമ്മുടെ നാവ് കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വചനം മാത്രമല്ല, അന്യഭാഷയാണ്. അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ ലഭിച്ചവർ അതിനെ കൂടുതൽ ഉപയോഗിക്കണം. നിങ്ങളൊരു വാക്ക് ഞാൻ കേട്ടണം. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ മുതൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. നോക്കിയപ്പോൾ അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്നു അഥവാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പോൾ ഒരാൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കി, ദൈവത്തോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. പലതരം അന്യഭാഷയുണ്ട്, ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ മറ്റ് അന്യഭാഷയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആത്മാവിലുള്ള ഭാഷ. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, സാക്ഷാൽ സർവശക്തനായ സകല പ്രപഞ്ചത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവവുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുവാൻ, ഈ ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യന് പ്രപഞ്ച സൃഷ്ടാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഏക ഭാഷ അന്യഭാഷയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ അന്യഭാഷയിൽ എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയെ, ഒരു വഴിപോക്കനെ കണ്ട് അയാൾ ചിലപ്പോൾ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചേക്കാം, നിങ്ങളും ഒന്ന് ചിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ഹായ് പറയും, തിരിച്ച് അയാളും ഹായ് പറയും, പിന്നെയും കാണുമ്പോൾ ഹായ് ബായ് പറഞ്ഞ് നമ്മളങ്ങ് പോവും. ഇതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇത് വല്ലപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത അപരിചിതനോട് നമ്മൾ കാണിക്കുന്ന ഒരു റെസ്പോണ്ടാണ് ഒരു ഹായ് ബായ് പറയുന്നത്. എന്നാൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കൂടുതൽ സംസാരിക്കുന്നു അത്രത്തോളം ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകും, അത്രത്തോളം പിശാചിന് നിങ്ങളെ തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ സകല അന്തരീക്ഷവും ദൈവത്താൽ എന്ത് ചെയ്യും? എപ്പോഴും ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയെ ഒരു പിശാചിനും തൊടാൻ പറ്റത്തില്ല. ദൈവം സംസാരിക്കുന്ന വ്യക്തി ആലോചിച്ച് നോക്കി, ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വല്ലപ്പോഴുമല്ല, വേറെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം 10 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ. മാസത്തിൽ 1 ബ്രദറെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്രയും ബന്ധമേ ഉള്ളൂ. ദിവസവും അന്യഭാഷയിൽ സംസാരിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ബന്ധം വർദ്ധിക്കും. എൻ്റെ കൂടെ പറഞ്ഞ്, അന്യഭാഷയിൽ സംസാരിച്ചാൽ ബന്ധം വർദ്ധിക്കും എന്ന് പറ. ആമേൻ. നിങ്ങളിപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാക്യം കാണണം. ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. നിങ്ങളിപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് വിചാരിച്ചു, ഇപ്പോൾ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങളിങ്ങനെ പറയാം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ രോഗസൗഖ്യത്തിൻ്റെ വിഷയമോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയമോ തലമുറയുടെ വിഷയമോ കുഞ്ഞിൻ്റെ വിഷയമോ ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ ആ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ കേൾക്കുന്നുണ്ട്, പിശാച് കേൾക്കുന്നുണ്ട്, ലോകം കേൾക്കുന്നുണ്ട്, എല്ലാവരും വിഷയം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? ഒരു പിശാചിനും നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അറിയത്തില്ല, ദൈവം എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല, ആർക്കും അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. പിന്നെ എപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ ദൈവം ആ വിഷയത്തിൻ്റെ മേൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്തു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകൾ. ആമേൻ. അപ്പോൾ ഒരു വ്യക്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി ദൈവവുമായിട്ട് സംസാരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളിപ്പം ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്തോ? ചുമ്മാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു വിഷയമുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുക, എന്താ സംസാരിക്കുന്നത്? അപ്പോൾ ചോദിക്കും, നമ്മൾ ചിലപ്പോൾ ആൾക്കാർ കേൾക്കത്തില്ല, എന്തുവാ നിങ്ങൾ ഇത്രയും നേരം ഈ സംസാരിക്കുന്നത്, എന്താണ് നിങ്ങൾ ഈ മണിക്കൂറുകൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കത്തില്ല, എന്താ സംസാരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ ഇന്ന കാര്യമാണ് സംസാരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഒരു വിഷയമുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കോ. അതിന് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ.
അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ വേഗത്തിൽ സെറ്റിൽമെൻറ്റുകൾ നടക്കും. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് മാറാത്ത പല വിഷയങ്ങളും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വേഗത്തിൽ നടക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങൾ കൂടുതൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളിൽ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ഈ ചില ഇഴജന്തുക്കളൊക്കെ ഈ ചില വീടിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തീയിടാറുണ്ടല്ലേ? എന്തിനായി തീയിടുന്നത്? ഇങ്ങനെ തീയിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ചൂട് കൊണ്ട് ഒളിച്ചിരിക്കുന്നതെല്ലാം പുറത്ത് ചാടും. അതുവരെ ഇങ്ങനെ തണുപ്പ് പറ്റിയിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? ചൂടടിക്കുന്ന സമയത്ത് വേഗത്തിൽ ഇറങ്ങി ഓടുന്നത് കാണാൻ പറ്റും. അതാണ് നമ്മൾ തീയിടുന്നത് അല്ലേ? തീയിട്ട് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ അറിയാൻ പറ്റും പലതും ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുന്നത് കാണാൻ പറ്റും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ ആത്മാവും ഒക്കെ ഇങ്ങനെ കണക്റ്റഡ് ആകുവാണ്. നിങ്ങളിപ്പോൾ പരസ്പരം രണ്ട് വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ കണക്റ്റഡ് ആകുവാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിപ്പോൾ ഒരു കാര്യം, നിങ്ങളിപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പറ്റി പറയുന്നു, നിങ്ങളുടെ സുഹൃത്ത് എന്താ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ പറ്റി പറയുന്നു. ഇത് രണ്ടുപേരും തമ്മിൽ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറയും, അയാൾക്കെന്തോ ഭ്രാന്തുണ്ടെന്ന് പറയും. കാര്യം എന്തുവാ? രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ വ്യക്തികൾ സംസാരിക്കേണ്ടത് ഒരേ വിഷയമായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഭ്രാന്തുണ്ട്. അപ്പം നിങ്ങളും ദൈവവും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ സകല കാര്യങ്ങളും അവിടെ കമ്മ്യൂണിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളോ പ്രശ്നങ്ങളോ നിങ്ങൾ പോലും അറിയാത്ത തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ മേലേക്ക് ഇറങ്ങി വരും. അവിടെ പിശാചുകൾക്ക് നിൽക്കാൻ കഴിയത്തില്ല, അവിടെ രോഗത്തിന് നിൽക്കാൻ കഴിയത്തില്ല, അവിടെ രോഗശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല, അവിടെ പ്രതിസന്ധിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവിടെ വലിയ ദൈവപ്രവൃത്തി അവിടെ ഇറങ്ങാൻ തുടങ്ങും. ഞാൻ എപ്പോഴും എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് കുറേ നാളുകളായിട്ട് ഈ തൈറോയിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും വലിയൊരു പ്രശ്നമുള്ള ദൈവദാസനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ച് വലിയൊരു ദൈവസാന്നിധ്യം അദ്ദേഹത്തിൻ്റെ മേലേക്ക് വന്നു. വളരെ ഒരു ദൈവസാന്നിധ്യം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശരീരം അങ്ങ് ഫ്രീ ആയി. പിന്നീട് അദ്ദേഹം നോക്കിയപ്പോൾ എല്ലാ മാസവും ഒരു ചെക്കപ്പ് ഉണ്ട്. പിന്നീട് നോക്കിയപ്പോൾ അവിടെ തൈറോയിഡും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, എല്ലാം നോർമൽ. കുറേ നാളത്തേക്ക് അദ്ദേഹം ബീഫ് കഴിക്കത്തില്ല. അദ്ദേഹത്തിന് ബീഫ് കഴിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടി എവിടെയൊക്കെ പോകുന്ന സമയത്ത് ആഹാരം കൊണ്ട് വിളമ്പി വെക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ബീഫെ നോക്കി നിൽക്കും. കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഹൈ കൊളസ്ട്രോളും ഈ ബുദ്ധിമുട്ടും കാരണം ഇദ്ദേഹത്തിന് കഴിക്കാൻ കഴിയാതെ പലപ്പോഴും ആഹാരം മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രായമുള്ളൂ, വലിയ പ്രായമൊന്നുമില്ല. ആ സമയത്ത് തന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ 40 വയസ്സ് പോലും അദ്ദേഹത്തിന് പ്രായമില്ല. അപ്പോൾ എന്നാലും നോക്കി പലതും അദ്ദേഹത്തിന് മാറ്റി വെക്കേണ്ടിയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ മേലെ ഇറങ്ങി വന്നപ്പോൾ ആ രോഗശക്തി അദ്ദേഹത്തെ വിട്ട് മാറിപ്പോയി. ദൈവത്തിൻ്റെ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, തീ കത്തിക്കുമ്പോൾ ഇഴജന്തുക്കളൊക്കെ ഓടി രക്ഷപ്പെടുന്നത് പോലെ രോഗങ്ങൾ, രോഗശക്തികൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി ഓടും. എന്തുകൊണ്ടെന്നാൽ ദൈവവുമായിട്ട് ബന്ധം വരികയാണ്, ദൈവവുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇതാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. നോക്കി, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മീക വർധനവ് വരുത്തുക. ഈ ആത്മീക വർധനം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ എഡിഫിക്കേഷൻ എന്ന് പറയും. വർധനവ്, നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് വളരാൻ കഴിയും. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾക്ക് വളരാൻ കഴിയും. ഈ സ്പിരിച്വൽ ലൈഫ് വളർന്നാൽ നിങ്ങളുടെ ഭൗതിക മേഖലകൾ വളരാൻ തുടങ്ങും. ആത്മീയമായിട്ടൊരാൾ വളർന്നാൽ ഭൗതിക മേഖലകളിൽ വളർച്ച ഉണ്ടാകും. പ്രത്യേകിച്ച് ഇതൊന്നും മാറാൻ വേണ്ടി പിന്നെ പ്രാർത്ഥിക്കേണ്ട, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. എല്ലാ സെറ്റിൽമെൻറ്റും അവിടെ ആത്മീയമായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തു പത്രോസ്ലീഹായുടെ പടകിലേക്ക് വന്നു. അത് ആത്മീയമാണ്, ശ്രദ്ധിച്ചോണേ. അവിടെ വന്നിട്ട് പറഞ്ഞു, പത്രോസേ നീ ആ പടകൊന്ന് നീക്കാവോ എന്ന് ചോദിച്ചു. ഉടനെ പത്രോസ്ലീഹ നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ. നമുക്കറിയാം ആ വാക്യം ഒന്ന് എടുക്കാൻ പറ്റിയിരിക്കുന്ന ലൂക്കോസിലാണ്. അപ്പം പത്രോസ്ലീഹയുടെ പടക് യേശു ഒന്ന് കടം വാങ്ങിച്ചു. പത്രോസ്ലീഹയുടെ പടകിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുവാണ്? പത്രോസ്ലീഹായും കൂടെയുള്ള ശിഷ്യന്മാരും എല്ലാം അവിടെ ഇരുന്നുകൊണ്ട് വല കഴുകിക്കൊണ്ടിരിക്കുക. അവർ കർത്താവിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവ് ചോദിച്ചു, നിൻ്റെ പടക് എനിക്കൊന്ന് തരാവോ? അപ്പോൾ പടക് തന്നു. പടക് തന്നതിന് ശേഷം ലൂക്കോസ് 5:4 അല്ലേ, ഞാൻ ആ വാക്യം ഒന്ന് ജസ്റ്റ് എടുക്കാവേ. ലൂക്കോസ് 5:4.
നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? വാക്യം 5-ാം അധ്യായം. ആ പടകിലുള്ള ശീമോൻ ഉള്ളതായ ഒന്നിൽ യേശു കയറി കരയിൽ നിന്നും അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അപ്പോൾ യേശുക്രിസ്തു വന്നിട്ട് പത്രോസ്ലീഹയ്ക്ക് മീനും കൊടുത്തില്ല, വല കീറുമാറ് നന്മ കൊടുത്തില്ല. ആദ്യം ചോദിച്ചു, നിന്റെ പടക് എനിക്കൊന്ന് പ്രസംഗിക്കാൻ തരാവോ? എനിക്കൊന്ന് കയറി നിന്ന് പ്രസംഗിക്കണം, കരയിലോട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എനിക്ക് ആ പടകൊന്ന് തരാവോ? പത്രോസ്ലീഹ ഓർത്തു, അതെന്നെ കുഴപ്പം, കാര്യം അങ്ങനെ നിങ്ങൾക്കറിയാം, മീൻപിടുത്തക്കാരൊന്നും അങ്ങനെ കൊടുക്കുന്നവരല്ല. കാര്യം അവരെ പറഞ്ഞിട്ടില്ല, അവരുടെ തൊഴിലാണ്. നമ്മളിപ്പം ഡ്രൈവിംഗ്, ഇപ്പം വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അവരുടെ വണ്ടി ആർക്കും കൊടുക്കത്തില്ല, കാരണം അവരുടെ തൊഴിലാണ്, അവരുടെ നമ്മൾ പറയത്തില്ല, അവരുടെ ചോറാണ്, അവർ കൊടുക്കത്തില്ല. പക്ഷേ യേശുവിന് വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പടകിൽ നിന്നുകൊണ്ട് പുരുഷാരത്തെ മൊത്തം ഉപദേശിച്ചു. അതിനുശേഷം സംസാരിച്ച് തീർന്നതിന് ശേഷം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുമെന്ന് പറഞ്ഞു. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, നമുക്കറിയാം, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. വല ഇട്ടു, വല കീറുമാറ് മീൻ കിട്ടി. അപ്പോൾ എന്ന് ചോദിക്കുക, ആത്മീയമായിട്ട് അവിടെ ഒരു അനുഗ്രഹം ഉണ്ടായപ്പോൾ ഭൗതിക മേഖല തുറന്നു. യേശുക്രിസ്തുവിന് വേണ്ടി പടക് വിട്ടുകൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? പടക് യേശു അങ്ങ് നിറച്ചു. അപ്പോൾ ആത്മീയമായ ഒരു ബ്ലെസ്സിങ് ഉണ്ടായാൽ നിങ്ങളുടെ ഭൗതിക മേഖലകളിലും വർധനവുണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മീയ വളർച്ച വന്നാൽ ഭൗതിക മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ നോക്കി, യേശുക്രിസ്തു പടകിൽ നിന്ന് പ്രസംഗിച്ച ഉടനെ പത്രോസ്ലീഹയോട് താങ്ക് യു എന്ന് പറഞ്ഞു പോയില്ല. ആത്മീയമായി അവിടെ ഒരു ബ്ലെസ്സിങ് ഉണ്ടായപ്പോൾ തന്നെ ഭൗതിക മേഖല, പ്രത്യേകിച്ച് യേശു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയില്ല, വീട്ടിൽ പിള്ളേർ പട്ടിണിയാണ്, കാശ് ഒത്തിരി കടവുണ്ട്, മീൻ വിട്ടിട്ട് വേണം കാശ് മേടിക്കാൻ എന്നൊന്നും പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന വിഷയം പറയാൻ വേണ്ടി പോയേയില്ല. അവിടെ ആത്മീയ കാര്യത്തിന് മുൻതൂക്കം കൊടുത്തപ്പം ഭൗതിക മേഖല തന്നെ തുറന്നു. ഇത് തന്നെയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ പോലും അറിയാതെ തന്നെ തുറന്നു വരും. എന്തുകൊണ്ടെന്നാൽ അവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നതിൻ്റെ പേരാണ് സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീക വർധനവ്. ഏത് പ്രതികൂലത്തിൻ്റെ അകത്തിരുന്നോട്ടെ, ഹൃദയത്തിൽ ഇങ്ങനെ അന്യഭാഷ, ഇനി വാഗൊണ്ട് എനിക്കറിയാവുന്ന ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പബ്ലിക്കായിട്ട് അന്യഭാഷ പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ അന്യഭാഷ പറയുമായിരുന്നു. അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ അന്യഭാഷ പറയും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ബസ്സിലിരിക്കുന്നു, പക്ഷെ അദ്ദേഹം എപ്പോഴും മനസ്സിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊക്കെയും ദൈവം തുറക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ആത്മീക വർധനവുണ്ടാകുന്നു, സ്പിരിച്വൽ എഡിഫിക്കേഷൻ അവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് അവിടെ ഉണ്ടാകുന്നു. അതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അത് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് മസ്റ്റാകട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് അന്യഭാഷ കിട്ടിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തലകുത്തി മറിഞ്ഞ് നടക്കുന്ന പല വിഷയങ്ങളും പെട്ടെന്ന് തന്നെ സെറ്റിൽമെൻറ്റ് നടക്കും. നോക്കി, ഇവിടെ നിങ്ങൾ വാക്യം നോക്കിയാൽ മതി. ഇവിടെ പറയുകയാണ്, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം എന്ന് വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം. അപ്പോൾ ഇത് പൗലോസ്ലീഹ പറഞ്ഞു നോക്കിയാൽ, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹം ഒരു നൈജീരിയക്കാരനാണ്. അദ്ദേഹത്തോട് സഹോദരിയാണ്. ആ സഹോദരിയായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ആ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്. അവർ 2 പേരാണ്, അവർ നൈജീരിയക്കാരായിട്ടുള്ളത്. അവർ പറയാണ്, അവരൊരു ദിവസം 10 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ആലോചിച്ച് നോക്കി, 10 മണിക്കൂർ ഒരു ദിവസം അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഒരു ദിവസം സഹോദരി പറയും, ഒരു ദിവസം അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ യേശു ക്രിസ്തു വെളിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഒന്നാലോചിച്ച് കാര്യം, സ്പിരിച്വലി അസാധാരണമായൊരു ഗ്രോത്ത് ഉണ്ടായപ്പോൾ ആ ആത്മമണ്ഡലത്തിൽ ഭയങ്കര ഒരു എൻകൗണ്ടർ ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. 10 മണിക്കൂർ ദിവസവും അവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഒന്നാലോചിച്ച് നോക്കി, 10 മണിക്കൂർ അന്യഭാഷയിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തൊരു തീരുമാനമാണ്, മണിക്കൂറുകൾ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും എന്നൊരു വിശ്വാസം ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ്, എനിക്കൊരു ആഗ്രഹം, എനിക്കറിയാം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും. അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. അതിന് വചനം പറയുവാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ഇത് രണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ അകത്ത് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ മേഖലകൾ ഓപ്പൺ ആകും, അല്ലെങ്കിൽ ഭൗതിക മേഖലകളിൽ നിങ്ങളുടെ വഴി തുറക്കും. ആമേൻ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം.
അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ആത്മാവിൻ്റെ വാളും അന്യഭാഷ പ്രാർത്ഥനയും കൂടെ വന്നാൽ ഒന്നാഴ്ച ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിങ്? ഏത് ബന്ധനമാണ് പിന്നെ നിങ്ങൾക്ക് തടയാൻ പറ്റുന്നത്? ഏത് അത്ഭുതമാണ് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നത്? ഏത് പ്രതിസന്ധിയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്നത്? ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് യുദ്ധമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതം കണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തികൾ തുറന്നു വരുന്നത് കാണാൻ പറ്റും. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കി, ഇനി പൗലോസ്ലീഹ താഴേക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അന്യഭാഷയെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങളെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അന്യഭാഷയെപ്പറ്റി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു. പല പ്രവചനങ്ങളായി പരിശുദ്ധാത്മാവ് അത് മാറ്റിയായിരുന്നു. അപ്പോൾ അന്യഭാഷയുടെ വ്യാഖ്യാനമുണ്ട്, പലതരത്തിലുള്ള അന്യഭാഷയുണ്ട്, വ്യാഖ്യാനിക്കാവുന്ന അന്യഭാഷയുണ്ട്, മനുഷ്യർക്ക് അറിയാൻ മേലാത്ത അന്യഭാഷയുണ്ട്, ദൂതന്മാരുടെ അന്യഭാഷയുണ്ട്, അല്ലെങ്കിൽ ദൂതന്മാരോട് സംസാരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നത് മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും. അപ്പം മനുഷ്യരോട് സംസാരിക്കുന്ന ഭാഷയുണ്ട്, ദൂതന്മാരോട് സംസാരിക്കുന്ന അതൊക്കെ ഈ അന്യഭാഷ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആകെ കിട്ടിയത് രണ്ട് വാക്കാണ് എനിക്ക് അന്യഭാഷ എനിക്ക് ലഭിച്ചത്. ആ 2 വാക്ക് കിട്ടിയുള്ളെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഇരുന്നില്ല, എപ്പോഴും ആ 2 വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം 3 മണിക്കൂറോ 4 മണിക്കൂറോ അന്യഭാഷ പറഞ്ഞാലും തീരത്തില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പല ഭാഷകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പല ലാംഗ്വേജുകളായിട്ടത് വന്നുകൊണ്ടേയിരിക്കും. എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്നോ അത്രയും മണിക്കൂറുകളിൽ പുതിയ അന്യഭാഷ വരും. അപ്പോൾ ഓരോ അന്യഭാഷയ്ക്കും ഓരോ ലെവലുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു ദൂതന്മാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ അന്യഭാഷ മാറും. ആ സമയത്ത് നിങ്ങൾക്ക് ദൂതന്മാരുടെ അന്യഭാഷയായിട്ട് മാറും. ഏഞ്ചലിക് വിസിറ്റേഷൻ, നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ദൂതന്മാരുണ്ടെങ്കിൽ ദൂതന്മാരുടെ സാന്നിധ്യം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അന്യഭാഷയുടെ ട്യൂണ്. ചിലപ്പോൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അന്യഭാഷകൾ വ്യത്യാസം വരും. ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, ഇത് തുടർച്ചയായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ആമേൻ. അപ്പോൾ അന്യഭാഷാ വരം നിങ്ങൾക്ക് ചുറ്റും, ഇനി പിശാചിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ വരുന്ന സമയത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കത് സെൻസ് ചെയ്യുവാനും അതിനെ വെട്ടി നീക്കുവാനും നിങ്ങൾക്ക് കഴിയും. പല രോഗശക്തികളെയും രോഗാത്മാക്കളെയും നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ കഴിയും. അന്യഭാഷ പ്രാർത്ഥിച്ച് തുടങ്ങണം. ഉള്ളിൽ മനസ്സിൽ ഇങ്ങനെ ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷ വരത്തിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത് കറി അരിയുമ്പോഴും കഞ്ഞി വെക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് അന്യഭാഷ പറയാം, അല്ലെങ്കിൽ യാത്രാ മധ്യത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്തും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, കുളിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. പക്ഷേ ഇരുന്ന് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ്, നിങ്ങൾക്ക് ദൈവം എന്തോ സംസാരിക്കുന്നതിനെ, നമ്മൾ തമ്മിൽ അന്യഭാഷയിൽ സംസാരിച്ചതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജിൽ അത് മനസ്സിലാകുവാൻ ഒരു സ്ഥിര സമയം നമ്മൾ മാറ്റിവെക്കണം. ആമേൻ. ഇപ്പോൾ കറിയുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. ദൈവം കൈമാറുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ശരി, നമുക്ക് ഗ്രോത്ത് ഉണ്ടാകും, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. എനിക്കറിയാവുന്ന ഒരു ദൈവദാസുണ്ട്, അദ്ദേഹം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. അദ്ദേഹം ഒരു ദിവസം ഇതേപോലെ തന്നെ എല്ലാ ദിവസവും ഇതുപോലെ 9, 10 മണിക്കൂറൊക്കെ 12 മണിക്കൂറൊക്കെ അന്യഭാഷയിൽ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ലോകപ്രശസ്തനാണ്. അദ്ദേഹം ഉറക്കം പോലും കുറച്ചിട്ട് അന്യഭാഷ പറയുമായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്ന ഇടങ്ങളിലൊക്കെയും റോഡ് വരെ ബ്ലോക്ക് ആകുന്ന രീതിയിൽ ദുരാത്മാക്കൾ ആളുകളുടെ മേൽ നിന്നും ഇറങ്ങി ഓടുമായിരുന്നു. കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മേൽ പെട്ടെന്ന് ഭൂതം ഇളകി അവൻ പോകുന്ന ഇദ്ദേഹം എവിടെ ചെന്നാലും അവിടെ ബ്ലോക്കാവും. കാര്യം അവരുടെ മേലുള്ള ഭൂതങ്ങൾക്ക് പിന്നെ ഇരിക്കാൻ പറ്റില്ല. കാര്യം അത്രയും സ്പിരിച്വൽ പവർ അദ്ദേഹത്തിൻ്റെ മേൽ വ്യാപരിച്ചു. മറ്റൊരു ദേവദാസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ട്രെയിനിലോട്ട് കയറുന്ന സമയത്ത് ആ ട്രെയിനിലിരിക്കുന്ന ആൾക്കാർ പാപബോധത്താൽ നിലവിളിക്കും. കാര്യം അത്രത്തോളം അകത്ത സ്പിരിച്വൽ മാൻ ഭയങ്കര സ്ട്രെങ്തായി. ആത്മമനുഷ്യൻ സ്ട്രെങ്ത് ആയാൽ നിങ്ങളുടെ അയൽവക്കത്ത് പോലും പിശാച് കയറത്തില്ല. അറിയാവോ? അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സാന്നിധ്യം മനസ്സിലാവും. ഞാൻ പണ്ട് നിങ്ങൾക്ക് ഫേമസ് ആയിട്ടൊരു ദൈവദാസനുണ്ട്, വാര്യാപുരം യോനാച്ച് എന്ന് പറയുന്നൊരു ദൈവദാസനുണ്ട്, പത്തനംതിട്ടയുള്ള. അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പല പ്രസംഗകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് പണ്ട് പത്തനംതിട്ട വാര്യാപുരം എന്നുള്ള പത്തനംതിട്ട അല്ലേ,
അപ്പോൾ 3 മണി, അതായത് പിശാച് ബാധിച്ച ദുരാത്മാവുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇദ്ദേഹം താമസിക്കുന്നതിൻ്റെ 3 കിലോമീറ്റർ അപ്പുറേ ബസ്സിൽ വരുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് ഭൂതം വിട്ടുപോകുന്ന പറഞ്ഞത്. 3 കിലോമീറ്ററിന് മുമ്പ് തന്നെ പിശാചുക്കൾ അദ്ദേഹത്തിൻ്റെ ബോർഡറിലോട്ട് കയറുമ്പോൾ തന്നെ ദുരാത്മാവ് ബാധിച്ച ആളുകളെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നറിയോ, ദുരാത്മാക്കൾ വിട്ടുപോകും. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ അവർ അത്രത്തോളം ആത്മ മനുഷ്യനെ ബലപ്പെടുത്തി. പലപ്പോഴും നമ്മുടെ ആത്മ മനുഷ്യന് ശക്തി കുറവാണ്. ഇപ്പോഴും ഒരു വയസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലതും കാണാനും കേൾക്കാനും കഴിയാത്തത്. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. അന്യഭാഷയിൽ സംസാരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ്, മറ്റൊരു വാക്യമുണ്ട്, കഴിയുമെങ്കിൽ ആരെങ്കിലും വാക്യെടുക്കുക. പൗലോസ്ലീഹ പറഞ്ഞു, എല്ലാവരേക്കാൾ ഞാൻ അധികം അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ആമേൻ. അപ്പോൾ ഇതാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഏതു നേരത്തും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പൗലോസിനറിയാം, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്ന വഴി കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്തുകൾ പലതും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നേരിടുമ്പോൾ അദ്ദേഹത്തെ ബലപ്പെടുത്തിയ ഏക പ്രാർത്ഥന അന്യഭാഷ. ഓക്കെ, 1 കൊരിന്ത്യർ 14:18 അല്ലേ? 1 കൊരിന്ത്യർ 14, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 18 വാക്യം. നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെല്ലാവരേക്കാൾ അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ചോദിച്ചോണം. എന്നിട്ട് പറയുകയാണ്, എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക്. അതായത് നിങ്ങൾ പബ്ലിക്കായിട്ട് 10 പേര് കൂടി നിൽക്കുമ്പോൾ അവിടെ പോയിരുന്ന അന്യഭാഷ പറയരുത്. ഫേസ്ബുക്ക് ഓണാക്കിയിട്ട് അന്യഭാഷ പറയരുത്. പള്ളിയിൽ പോരുന്നുണ്ട് അന്യഭാഷ മറ്റുള്ളവർ കേൾക്കെ പറയാനുള്ളതല്ല, വ്യക്തിപരമായിട്ടുള്ള അന്യഭാഷ പറഞ്ഞ തെറ്റൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പം, കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ തെറ്റൊന്നുമില്ല. വിജാതീയർ, യേശുവിനെ അറിയാത്തവരിയ്ക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പൗലോസ് തന്നെ പറയുന്നു, ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തോട് സംസാരിക്കുന്നതാണ് അന്യഭാഷ. ഞാൻ പറഞ്ഞ പലവിധ അന്യഭാഷയുണ്ട്. ഇപ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെക്കാൾ ഞാൻ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് സംസാരിക്കുന്ന അന്യഭാഷയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ. ഈ ദിവസങ്ങളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സകല വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേഗത്തിൽ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ വരെ കേട്ട് വന്ന കാര്യത്തിനെ വീണ്ടും അടുത്തൊരു പ്രാർത്ഥനയുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അന്യഭാഷ വരത്തിലുള്ള പ്രാർത്ഥന. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാവരേക്കാൾ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ചിലർ പറയും, ബ്രദറെ, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ചിലർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകാത്തവരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലർ പറയും, ബ്രദറെ, ഞാൻ എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറെ, ഞാൻ എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതെന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വചനത്തിൻ്റെ അറിവും കൂടെ നിങ്ങളുടെ അകത്തോട്ട് വേണം. വചനം പറഞ്ഞുകൊണ്ട് വേണം അന്യഭാഷ പ്രാർത്ഥിക്കാൻ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഞാൻ അന്യഭാഷ പറയുന്നില്ല, ഞാനിപ്പോൾ അന്യഭാഷ പറയുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്, ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എൻ്റെ രോഗം യേശു വഹിച്ചിരിക്കുന്നു, രോഗശക്തിക്ക് എൻ്റെ മേൽ അധികാരമില്ല, എന്നിട്ട് അന്യഭാഷ പറഞ്ഞ് വചനങ്ങൾ ഏറ്റുപറയുകയും അന്യഭാഷ പറയുകയും വീണ്ടും വചനങ്ങൾ ഏറ്റുപറയുകയും അന്യഭാഷ പറയുകയും ചെയ്താൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ വചനവും അന്യഭാഷയും കൂടെ സ്പാർക്ക് ഉണ്ടാവും. ആ ഒരു സ്പാർക്കിൻ്റെ അകത്തുണ്ടാകുന്ന വലിയൊരു നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ വചനവും അന്യഭാഷയും തമ്മിൽ ചേരുമ്പോൾ വലിയൊരു വാതിൽ, വലിയൊരു പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക പോലും മേലാത്ത മേഖലയിൽ കർത്താവ് നിങ്ങൾ ഉപയോഗിക്കും. അവിടെയാണ് നമുക്ക് ദൂതന്മാരുടെ വിസിറ്റേഷൻ, നമുക്ക് കണ്ണുകൊണ്ട് ദൂതന്മാരെ കാണാൻ കഴിയും, നമുക്കവിടെ സ്പിരിച്വൽ തിങ്സിനെ കാണാൻ പറ്റും, നമുക്ക് ആത്മമണ്ഡലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഇതുവരെ നടക്കത്തില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത സ്പിരിച്വൽ മേഖലകളെ നമുക്കവിടെ കാണാൻ പറ്റും. ആമേൻ. ഇതൊക്കെ ആത്മമണ്ഡലത്തിൽ നടക്കുന്നതാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല, ഞാനൊരു വീട്ടിൽ പണ്ടൊരു പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ്റെ രൂപമല്ല, പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചില ജീവികൾ ബൈബിളിലുണ്ട്.
അങ്ങനെ ഒരു 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 സംഭവം നിന്നുകൊണ്ട് എന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുവാണ്. ഈ കുടുംബത്തിലെ പ്രശ്നക്കാരി ഈ വ്യക്തിയാണ്, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ഗൈഡൻസ് എനിക്ക് തരിക. അപ്പോൾ അവരാരും ആ വീട്ടിലിരിക്കുന്ന ആരും ആ വ്യക്തിയെ കാണുന്നില്ല, ആരും അങ്ങനെ രൂപം കാണുന്നില്ല. പക്ഷെ എനിക്ക് വ്യക്തമായിട്ടൊരു മനുഷ്യനെ കാണുന്നത് പോലെ നഗ്ന നേത്രം കൊണ്ട് എനിക്ക് ആ വ്യക്തിയെ കാണാൻ പറ്റുക. അപ്പം ഞാൻ വീണ്ടും വീണ്ടും കണ്ണ് തിരുമ്മി നോക്കുക. ഞാൻ എന്നിട്ട് പക്ഷെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്തെ വിഷയം ഇന്നതാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് ആത്മാവിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ വളരുക. ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. രോഗം വന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യവും നമുക്കുണ്ട്, രോഗത്തിൻ്റെ മേൽ സൗഖ്യമുണ്ട്, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ അത്ഭുതമുണ്ട്. ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ, ഇതൊന്നും അവസാനിച്ചിട്ടില്ല, ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഇവിടെ കൊണ്ട് അവസാനം വന്ന് ചിന്തിക്കരുത്. അവിടുന്ന് ചാടി എണീറ്റ് വരണം. ആമേൻ. അവിടുന്ന് ചാടി എണീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? വരണം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, 70 വയസ്സുള്ള ഒരമ്മച്ചി എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന അമ്മച്ചിയാണ് ചാടി എണീറ്റ് പിന്നെയും കുറേ നാൾ കർത്താവിൻ്റെ വേല ചെയ്തു. തളർന്നു പോയ ആളാണ്, പക്ഷെ എണീറ്റ് വന്നു. അങ്ങനെയെങ്കിൽ കർത്താവിലുള്ള വ്യക്തിക്ക് രോഗം ഒരവസാനമല്ല, രോഗത്തിൻ്റെ മേൽ ക്രിസ്തു യേശുവിൽ നമുക്ക് ജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുത സാക്ഷിയാകും എന്നൊരു തീരുമാനമെടുത്തി. എന്നിട്ട് അന്യഭാഷ പറഞ്ഞ് വചനം അങ്ങോട്ട് പറഞ്ഞ് ആ വിഷയത്തിൻ്റെ മേൽ ഹൃദയത്തിൽ അങ്ങോട്ട് ആരംഭിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് അത്ഭുതമായി തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അന്യഭാഷ ലഭിച്ചവരുണ്ടെങ്കിൽ ആ അന്യഭാഷ വരത്തെ ഒന്ന് ഉപയോഗിച്ച് നമ്മൾ നാളെ മുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അല്പനേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ. ചിലപ്പം ലിങ്ക് ഒന്ന് വ്യത്യാസം വരും. കാരണം വെച്ചാൽ നമ്മൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്താൽ എല്ലാവർക്കും ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, ഈ 9:30 എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു 15 മിനിറ്റ്, അതിന് മുമ്പ് നിങ്ങൾക്ക് വീട്ടിൽ പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങിക്കുവാണ്. പ്രാർത്ഥനയ്ക്ക് 9:30-ക്കാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ 9 മണി മുതലേ നമ്മുടെ അന്യഭാഷ പ്രാർത്ഥന ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ അതിന് മുമ്പേ അങ്ങ് തുടങ്ങിക്കുമല്ലോ. 9:45 മുതലാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ചിലപ്പോൾ അതിന് മുമ്പും ആകാം. എങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 9 മണി മുതൽ അങ്ങോട്ട് ആരംഭിച്ചോണം അന്യഭാഷ പ്രാർത്ഥന. എത്രത്തോളം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 1 മണിക്കൂറിന് വളർച്ചയുണ്ടാവും, 2 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 2 മണിക്കൂറിന് വളർച്ചയുണ്ടാവും, അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ അരമണിക്കൂറിന് വളർച്ചയുണ്ടാവും, 5 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 5 മണിക്കൂറിന് വളർച്ചയുണ്ടാവും. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നു അത്രത്തോളം സ്പിരിച്വൽ ഗ്രോത്താണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ അന്യഭാഷ വരം ലഭിച്ചവരെല്ലാം പ്രാർത്ഥിച്ച്, ഇനി അന്യഭാഷ വരം ലഭിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയുടെ ഭാഷാ വരത്താൽ എന്നെ നിറയ്ക്കണം. നിങ്ങളുടെ നാവിന്മേൽ അത് വെളിപ്പെടും. അതങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പല പ്രശ്നങ്ങളും ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ് നടക്കാതെ വരുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടുന്ന് നീങ്ങി ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. എൻ്റെ കൂടെ ഇന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, ഇന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്നെൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. വലിയ പ്രവൃത്തിയാൽ കർത്താവ് ഇന്ന് നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ഇങ്ങ് ചെയ്യുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഇന്ന് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ തൊടുന്നല്ലോ. ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു രോഗമുള്ള ഭാഗത്തോട്ടോ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലോ കൈയെടുത്ത് വെച്ച് ഇന്ന് ഈ നിമിഷം ആ രോഗത്തിൻ്റെ ദുരാത്മാക്കൾ, ആ രോഗശക്തികൾ, ആ വേദന ഇപ്പോൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം, എല്ലാവരും ഇന്ന് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വാക്കുകൾ കാണാൻ പറ്റും. എൻ്റെ വേദന യേശു വഹിച്ചതാണ്. സ്ക്രീനിലോട്ട് നോക്കി, എൻ്റെ രോഗത്തെ യേശു വഹിച്ചത്, എൻ്റെ യേശു അനുഭവിച്ചത്, എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്. നിങ്ങളുടെ ക്യാൻസർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, കരളിൻ്റെയോ കിഡ്നിയുടെയോ ഞരമ്പിൻ്റെയോ അസ്ഥിയുടെയോ ഏത് രോഗമായിക്കോട്ടെ, പറ എൻ്റെ യേശു അത് അനുഭവിച്ചതാണ്.
എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്, എൻ്റെ രോഗം യേശു അനുഭവിച്ചതാണ്. എൻ്റെ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തിന് ഡെഡ് ബോഡി ഉയർപ്പിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ മരിച്ച ശരീരത്തെ ജീവിപ്പിക്കാൻ കഴിയുന്ന എൻ്റെ കർത്താവ് ജീവനുള്ള എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നന്ദി കർത്താവേ. കൈയോടെ വെച്ച് ഈ നിമിഷം അത്ഭുതമാണ്, ഈ നിമിഷം അത്ഭുതമാണ്. നാളെയല്ല, ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് ആ രോഗശക്തികൾ വിട്ടുമാറുകയാണ്. ഈ നിമിഷം തന്നെ ആ അഗ്നിയുടെ അഭിഷേകം നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുക. അഭിഷേകത്തിൻ്റെ അഗ്നിയാൽ നിങ്ങളുടെ ശരീരം നിറയുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ വേദനകൾ വിട്ടുമാറുന്നു, രോഗങ്ങൾ വിട്ടുമാറുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, അത്ഭുതകരമായ ദൈവപ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ, ആത്മശക്തിയാൽ എന്ന് തുറന്നു വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറയണം, അഭിലാഷ് എന്ന് പറയുന്ന ഭർത്താവുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയാണ്. അഭിലാഷ് എന്ന് പറയുന്ന ഭർത്താവുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യണം. അഭിലാഷ് എന്ന് പറയുന്ന ഒരു ഭർത്താവുള്ള വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാൻ ഈ പഴയ ഒരു ക്യാമറ, ഈ ഹാൻഡിക്യാം പോലത്തെ പഴയ ഒരു ക്യാമറ ഒരു വീടിൻ്റെ അകത്ത് ഷെൽഫിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അത് പഴയ ഒരു ക്യാമറയാണ്. അതിങ്ങനെ ഷെൽഫിലിരിക്കുന്ന ഒരു കാഴ്ച, ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാനതിൽ ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഒരു അടയാളം കാണിക്കുവാണ്. ഇന്ന് ആ കുടുംബത്തെ സിസ്റ്ററുടെ വീട്ടിൽ പഴയ ക്യാമറ സൂക്ഷിച്ചു വെച്ചത് ഞങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. സിസ്റ്ററുടെ വീട്ടിലാണത്? ഷെൽഫിലാണ് ഇരിക്കുന്നത്? എന്റെ വീട്ടിലാണ്. പഴയ പണ്ടത്തെ ഫിലിം ഇടുന്ന ക്യാമറ ഷെൽഫിന്റെ ഉള്ളിലത്തെ ഡ്രോയില് വെച്ചിട്ടിരിക്കുക. ഓ, യേശുവിന്റെ കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടുവാട്ടോ. പഴയ ഫിലിം ഇടുന്ന ക്യാമറ ആ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുക സിസ്റ്ററെ. എൻ്റെ കർത്താവ് ഇന്ന് ഞാൻ ആ കുടുംബത്തെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിന് മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി കയറിക്കൂടിയ സകല പ്രശ്നങ്ങളെയും ഇന്ന് അതിൽ നിന്ന് പുറത്താക്കുകയാണ്. എൻ്റെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നിന്ന് നിരാശപ്പെട്ട് തല താഴ്ത്തിയ ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവം ജയത്തെ തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വീട് കർത്താവ് എന്നെ കാണിക്കും, മറ്റൊരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നത് ഈ പെരുമ്പാവൂരിൻ്റെ അടുത്തൊരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. ആ ഒരു വീടെന്ന് പറഞ്ഞാൽ വഴിയോട് റോഡിനോട് തൊട്ട് ചേർന്ന് ഞാൻ കാണുന്നൊരു വീടാണ്. പക്ഷേ അവിടെ മതിലല്ല, പക്ഷേ എന്തോ ഒരു മറ അവിടെയുണ്ട്. ആ വീടിൻ്റെ, അതായത് ഈ വഴിയോട് ചേർന്നിരിക്കുന്നൊരു വീടാണ്. തൊട്ടടുത്ത് വന്നിരിക്കുന്നതാണ്. പെരുമ്പാവൂരിൻ്റെ ഒക്കെ അടുത്ത് വരുന്നൊരു വീടാണ് ഞാൻ കാണുന്നത്. ഇന്ന് ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് തൊടുക. കുടുംബത്തിൻ്റെ മേൽ കലഹത്തിൻ്റെ ദുരാത്മാക്കളെ കർത്താവ് ഇന്ന് കുടുംബത്തിൽ നിന്ന് ഓടിച്ചു വിടുന്നതായിട്ട് കാണുന്നു. വലിയൊരു സ്വസ്ഥതയെ കർത്താവ് ഇന്ന് അവിടെ ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഞാൻ ഈ വേറൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ കുറേ ഈ മെഡലുകൾ, ഈ സർട്ടിഫിക്കറ്റും മെഡലുകളും വീടിൻ്റെ ഫ്രണ്ടിൽ കയറി വരുന്നിടത്ത് തന്നെ ഒരു പെൺകുട്ടിയുടെ ചിത്രമുള്ളൊരു സർട്ടിഫിക്കറ്റും മെഡലും വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. സിസ്റ്ററുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുള്ള ഈ ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. ഈ ഫോട്ടോയിലുള്ള വ്യക്തിക്ക് ഓഗസ്റ്റ് മാസമായിട്ട് ആ കുടുംബത്തിന് ഒരു ബന്ധമുണ്ട്. ആരുടെ ഒരു ജനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു. ആരാ ഓഗസ്റ്റുള്ള? ആ കുടുംബത്തിലുള്ള മോൻ ഓഗസ്റ്റ് ജനിച്ചാണോ? ആ ഫോട്ടോ ആരുടെയാ? ഫോട്ടോ ആരുടെയാ?
ഫോട്ടോ ആരുടെയോ? ബ്രദറെ അത് മോഡയാ മെഡലും ഫോട്ടോ ഒക്കെ ഉള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്. മോളുടെ ഫോട്ടോയാണ്. ഓഗസ്റ്റ് ജനിച്ച ആരാ അവിടെ? ഒരു മിനിറ്റ്, നിങ്ങൾ ഒരുമിച്ച് ആരും മ്യൂട്ട് മാറ്റല്ലേ. പറയുന്ന ആൾ സംസാരിക്കും, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഇന്ന് കർത്താവിനെ തൊടുക കേട്ടോ. ഓഗസ്റ്റ് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ജനനക്കാരനെ കർത്താവ് തൊടുവാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. ഇന്ന് ദൈവപ്രവൃത്തിയെ കർത്താവ് ഇതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്ന ഞാൻ ആ ദൈവാത്മാവ് നമ്മളെ ആ ഭവനത്തിൻ്റെ അകവശത്തേക്ക് ദൈവാത്മാവ് ആ സമയം എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഈ കാണുന്നതെല്ലാം പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ആ ജനനക്കാരനെ തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെയും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഓ യേശുവേ നന്ദി കർത്താവേ. ഞാനൊരു കർത്താവ് എന്നെ ഒരു സ്ഥലം എന്നെ കാണിക്കുന്നു. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പഴക്കം ചെന്നൊരു പ്രശ്നമാണ്. അതായത് ആ വീടിൻ്റെ ഈ കട്ടള വെക്കുന്ന സമയത്ത്, അതായത് വീടിൻ്റെ കട്ടള വെക്കുന്ന സമയത്ത് സഹോദരന്മാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് പിന്നീട് കുറേ നാൾ ആ പണി ചെയ്യേണ്ടി വന്നില്ല, നിർത്തിയിട്ടു. എന്നാൽ ആ വീട് പണി പിന്നീട് ചെയ്തെങ്കിലും പല പ്രശ്നങ്ങൾ ഓരോ വർഷത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കുടുംബമായിട്ട് അത് മാറി. ആ കട്ടള വെക്കുന്ന സമയത്തുണ്ടായൊരു പ്രശ്നമാണ്. ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത്, കുറേ വർഷം പഴക്കമുള്ളൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തിന് കാരണമായി കയറിക്കൂടിയ പിശാചിൻ്റെ പ്രവൃത്തി ഇന്ന് ഇവിടം കൊണ്ടത് തീരുവാണ്. ആ കലഹത്തെ യേശുവിൻ്റെ നാമത്തിൽ, ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായി ഇടർച്ച, അത് നിമിത്തം ഉണ്ടായിട്ടുള്ള സകലവിധമാകുന്ന സ്വസ്ഥതയില്ലാത്ത അവസ്ഥയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം വിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് സൂമിലോ ലൈവിലോ ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ അത്ഭുതത്തെ സ്വീകരിച്ചോണം. കർത്താവ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ അത്ഭുത മന്ത്രിയായി പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന, കുറേ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ അകത്ത മുറിയാണ്. സാധാരണ നമ്മൾ ഈ ഷെൽഫിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ഷെയ്ഡിൻ്റെ മുകളിലാണ് മുറിക്കകത്ത് വെക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പുസ്തകങ്ങളെല്ലാം വീടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ഭവനം. കുറേ പുസ്തകങ്ങളും പേപ്പറുകളും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും ഒരു മുറിയുടെ ഒരു സൈഡ് വശത്തായിട്ട്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണിക്കുന്ന സമയത്ത് തന്നെ കർത്താവോട് പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ മേലേക്ക് പറഞ്ഞു. എൻ്റെ വീട്ടിലാണ്. ഒരു മിനിറ്റ് ബാക്കി കിട്ടും. എന്റെ വീട്ടിലും ഉണ്ട്. 5-6 ബാഗുകളിൽ ഒരു മിനിറ്റ് മുഴുവൻ പറഞ്ഞോട്ടെ. നിങ്ങൾ കേക്ക് മുഴുവൻ പറഞ്ഞിട്ട് കേക്ക്. ഇതിങ്ങനെ അടുക്കി വെക്കുന്നൊരു വീടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇത് കാണുന്ന സമയത്ത് തന്നെ ഈ ചുവന്ന കളറിലെ എന്തോ ഒന്ന്, അത് തുണിയല്ല, ചുവന്ന കളറിലെ എന്തോ ഒരു കളറ് ഞാൻ ഇങ്ങനെ ആ മുറി കണ്ടുകൊണ്ടിരിക്കുക. ചുമപ്പ് കളറ് ആ മുറിക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ബുക്കുകൾ ഇങ്ങനെ കെട്ടി അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ചുമപ്പ് കളറിലെ ഒരു സാധനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ കാണുന്ന ഒരു മോളെയും കൂടെ കർത്താവ് എന്നെ ഭവനത്തിൽ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയ തൻ്റെ പ്രവൃത്തിയെ ഇന്ന് അയക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഞാനിത് ഈ ഒരു മുറിയെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. എന്നെ കാണുന്നൊരു കാഴ്ച, ആ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ തന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദൈവം ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ തൻ്റെ പ്രവൃത്തി ഇന്ന് ദൈവം അയക്കുവാൻ വേണ്ടി പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അതാരാന്ന് വെച്ചാൽ മുഴുവൻ അടയാളം കേൾക്കുക. ആ അടയാളമുള്ള ആൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം റെഡ് കളറിലെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ആണ് കുറെ ബുക്കുകൾ ഇരിക്കുന്നതും പിന്നെ കുറെ ബാഗുകൾ ആ റൂമിനകത്താണ് ഇരിക്കുന്നതും. ഒരു ചുവന്ന കളറിലെ ഡൈനിങ് ടേബിള്.
അത് ഏറ്റെടുത്ത സിസ്റ്റർ ഇന്ന് കർത്താവ് എന്നെ കാണിച്ചതാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവവിഷയത്തിന് മേലെ ഇടപെടുകയാണ്. അത്ഭുതകരമായ തന്നെ ദൈവത്തിൻ്റെ സാക്ഷ്യത്തെ കർത്താവ് ഇന്ന് അവിടെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് വലിയ ദൈവപ്രവർത്തികൾ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സമൂഹം. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു മുദ്രപത്രം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ മുദ്രപത്രത്തിൻ്റെ ആദ്യം ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ തന്നെ എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു എഴുത്ത്, എ എന്ന അക്ഷരത്തിൽ, അതായത് എ എന്നുള്ളത് മലയാളത്തിലാണ്, മലയാളത്തിൽ എഴുതി ആരംഭിക്കുന്ന ഒരു മുദ്രപത്രം ഞാൻ കാണുവാണ്. ആ മുദ്രപത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഭാരം അനുഭവിക്കുകയാണ്. ആ ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. അത് നിമിത്തമുണ്ടായ സകല ഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം വിട്ടുനിന്ന് മാറുകയാണ്. വലിയ ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകും. ഞാൻ കാണുന്നൊരു കാഴ്ച, അത് നിമിത്തം, ആ മുദ്രപത്രം നിമിത്തം കുറേ പ്രശ്നങ്ങൾ വീടിൻ്റെ മുമ്പിലും ജീവിതത്തിലും എല്ലാം കയറിക്കൂടിയൊരു കുടുംബമാണ്. ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. കൈ കഴിവെങ്കിൽ അതെടുത്തൊന്ന് കയ്യിൽ വെച്ചൊന്ന് യേശുവിൻ്റെ നാമത്തിൽ എന്നത് ക്യാൻസൽ ചെയ്യുന്നെന്ന് പറഞ്ഞോണം. വലിയൊരു സമാധാന ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഞാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സാഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുവാണ്. ഈ സാഗർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സഹോദരനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ എല്ലാ വിഷയത്തിൻ്റെ മേൽ സ്വസ്ഥത തരാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പലരെ രോഗിയാക്കി കിടത്താൻ നോക്കുന്ന സകല പിശാചിൻ്റെ തന്ത്രങ്ങളും ഇന്ന് ആ കുടുംബം വിട്ടുനിന്ന് മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് ഇന്ന് അയക്കുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് മറ്റൊരു ഭവനത്തെ എന്നെ കാണിക്കുന്നു. കുറേ താക്കോലുകൾ, കുറേ ഇങ്ങനെ താക്കോലുകൾ ഒരു താഴേൽ ഇങ്ങനെ ഈ സമയത്ത് കുറേ താക്കോലുകൾ ഒരു താഴേൽ തുറന്നിട്ടിരിക്കുന്ന ഒരു പൂട്ടിയിട്ടില്ല, തുറന്നിട്ടിരിക്കുന്ന ഒരു താഴേൽ കുറേ താക്കോല് വെച്ചിട്ട് ഒരു ജനലിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനലിൻ്റെ സൈഡ് വശത്ത്, വീടിൻ്റെ അകത്ത് തന്നെ ജനലിൻ്റെ ഒരു സൈഡിൽ ആ ഒരു ചെറിയ തിട്ടയുണ്ടല്ലോ, ആ ഒരു തിട്ടയിൽ കീ ഓപ്പൺ ചെയ്തിട്ട് അൺലോക്ക് ചെയ്തിട്ട് അതേ തന്നെ കീ വെച്ചിട്ട് ആ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു പുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലേക്ക് ഇന്ന് താമസിക്കുന്ന ഇതിൻ്റെ അകത്തുനിന്നും കർത്താവ് നിങ്ങളെ സാക്ഷ്യത്തിനായിട്ട് ദൈവം നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ അവിടെ ഇതേപോലെ കിടക്കുന്നുണ്ട്, താഴെ തുറന്നിട്ട് അൺലോക്കായിട്ട് വീടൊക്കെ ജനലില് ഇങ്ങനെ വെച്ച് തൂക്കിയിട്ടിരിക്കണത്. ഇത് വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല, ഏറ്റെടുത്തോ? യേശു നിങ്ങൾ റെന്റിനാണോ? ഇത് വലിയൊരു അത്ഭുതം കേട്ടോ. കർത്താവ് എന്നാ പറഞ്ഞത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ദൈവം എന്നാ ആലോചന ഇപ്പൊ പറഞ്ഞത് കേട്ട ആരെങ്കിലും ഉണ്ടോ? മേൽത്തരമായ ഒരു ഭവനത്തിലേക്ക് സ്തോത്രം. അപ്പൊ അവർക്ക് എന്നോട് വല്ലതും വീടിൽ നിന്ന് വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം തരാൻ വേണ്ടി പോകട്ടോ. യേശുവിൻ്റെ നാമത്തിൽ അത് വലിയൊരു ആലോചന ഏറ്റെടുത്തോണം. ആ അടയാളത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നോണം, അടയാളം ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവ് ഇന്ന് പുതിയൊരു ഭവന സിസ്റ്റർ തരാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വാടകയ്ക്കാന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി അഥവാ വാടകയ്ക്കാണെങ്കിൽ പോലും ഇതേ ഒരു അടയാളം താക്കോൽ ഊരി നിങ്ങളുടെ ജനലിലേക്ക് കിടക്കുന്നൊന്നും വീഡിയോ പോലും നിങ്ങൾ ഓണാക്കിയിട്ടില്ല. പക്ഷേ കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇതൊരു അടയാളം കർത്താവ് വെളിപ്പെടുത്തിയതാണ്. ഇത് പുതിയ ഭവനം ദൈവം കൈ തരാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം തീർക്കുന്നല്ലോ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാനൊരു ഒരു നമ്പർ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ 741 എന്നൊരു നമ്പർ, 741 എന്നൊരു നമ്പർ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തിൻ്റെ നമ്പറാണെന്ന് എനിക്കറിയത്തില്ല. 741 എന്നൊരു നമ്പർ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നമ്പറുമായിട്ട് ആർക്കാ എന്താ ബന്ധം എനിക്കറിയത്തില്ല. കോഡാണോ എനിക്കറിയത്തില്ല. ആരുടെയോ
സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ 7413 ഒരു നമ്പറാണത്. അതെന്ത് നമ്പറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്തോ ഒരു കോഡോ എന്തോ സംതിങ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിയെ കർത്താവ് ഫോക്കസ് ചെയ്യുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു നമ്പരോ പാസ്വേഡോ ഒക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിച്ചോണം. ദൈവം നിങ്ങളെ നോക്കുന്നു. ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ തമ്പുരാൻ തൊടാൻ വേണ്ടി ദൈവം ഒന്ന് ഉറപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ഒന്ന് ഉറപ്പിച്ചു തരികയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് സ്വർഗം എന്ന് അവിടെ ചെയ്യുന്നു. നമ്മൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുത സാക്ഷ്യത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്നൊരു ഭവനം, ഇതിപ്പോൾ അതിൻ്റെ സീസണാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു വീടിൻ്റെ ഒരു വശത്തായിട്ട് നമ്മുടെ ഈ നിങ്ങൾ പറയാനല്ലാത്തവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാനൊരു വീടിൻ്റെ ഒരു വശത്തായിട്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ഈ ചക്കയുണ്ടല്ലോ അത് കൊണ്ടുവന്ന് വെട്ടി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ കാണുന്നത് വീടിൻ്റെ പുറകുവഴി കയറി വരുന്ന സമയത്ത് എന്നാൽ അടുക്കള വശം കഴിഞ്ഞിട്ടുള്ളൊരു പോർഷനിലാണ് ഞാനിത് കാണുന്നത്. ഞാൻ ഈ ഇത് പറയാൻ കാരണം ഇത് നിൽക്കുന്നൊരു പറമ്പിനെ ഈ സാധനം നിൽക്കുന്ന ഇത് വെട്ടിക്കൊണ്ടുവന്ന ഈ ഒരു പറമ്പിനെയാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട് പറയുന്നത്. അതിൻ്റെ മേലുള്ള അവകാശവാദം, മനുഷ്യൻ്റെ അവകാശവാദമല്ല, ആ മണ്ണിൻ്റെ മേലുള്ള സകല അവകാശവാദങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്തെല്ലാം അവിടെ നിന്നെല്ലാം വിട്ടേച്ച് പോയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി, എല്ലാം ഇട്ടെറിഞ്ഞ് പോയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി പലപ്പോഴും മനസ്സിൽ കൊണ്ടുവന്നിരുന്നൊരു ഭവനമാണ്. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ഇത് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ അത് എന്റെ വീടാണ് ബ്രദർ, എന്റെ വീടാണ്. സിസ്റ്ററുടെ വീടാണ്. അവിടുന്ന് ചക്ക വെട്ടി ബാക്ക് സൈഡിൽ വെച്ചിരുന്നു. അത് ഇപ്പോഴും ഉണ്ട് അവിടെ ചക്ക, ഇപ്പോഴും അത് വെച്ചിട്ടുണ്ടല്ലേ. കർത്താവ് എന്നെ ആ സൈഡ് വശം സിസ്റ്ററെ കാണിച്ചത്, ബാക്ക് വശം ഇന്ന് എന്നെ കാണിക്കുന്ന ആ മണ്ണ് നിങ്ങളെ വിട്ടു ഓടിക്കാൻ നോക്കുന്ന സകല പിശാചിൻ്റെ പ്രവൃത്തികളെ ഇന്ന് അവിടുന്ന് കർത്താവ് മാറ്റുക. അവിടെ നിർത്തി ദൈവം മാനിക്കാൻ വേണ്ടി പോകട്ടെ. വലിയൊരു മാന്യത ദൈവം അവിടെ നിർത്തി തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് അങ്ങ് ആലോചനയിൽ വിശ്വസ്തനാണല്ലോ. ഈ സമയത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെല്ലാം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ സമയമാണ്. കൈ അവിടെ വെച്ച് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഏത് വലിയ രോഗമായിക്കോട്ടെ അത്ഭുതമുണ്ട്. പറയണം, എൻ്റെ രോഗം യേശു അനുഭവിച്ചതാണ്. എൻ്റെ കൂടെ ഇന്നൊന്ന് പറഞ്ഞ്, എൻ്റെ രോഗം യേശു അനുഭവിച്ചതാണ്, എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്, എൻ്റെ രോഗം യേശു അനുഭവിച്ചതാണ്, എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്. ചില നിമിഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ രോഗം യേശു അനുഭവിച്ചതാണ്, എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്. രോഗത്തിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അവകാശമില്ല. എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. നിങ്ങൾക്കത് ഒറ്റയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ക്രീനെ നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വ്യക്തികൾ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സൗഖ്യമാണ്. സൗഖ്യം നിങ്ങളുടെ കഴിവല്ല, യേശുവിൻ്റെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ അവകാശമാണ് അത്ഭുതം. എന്നെ സൗഖ്യമാക്കണമെന്നല്ല, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്, ദൈവപ്രവൃത്തി എൻ്റെ അവകാശമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം യേശു കർത്താവ് എൻ്റെ രോഗത്തെ അനുഭവിച്ചു, എൻ്റെ വേദനയെ അനുഭവിച്ചു. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൈവച്ചവിടെ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇപ്പോൾ അത്ഭുതമാണ്, ഇപ്പോൾ അത്ഭുതമാണ്, ഇപ്പോൾ അത്ഭുതമാണ്, ഇപ്പോൾ അത്ഭുതമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന നിങ്ങളെ വിട്ട് മാറുക. കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, രോഗശക്തികൾ ഇപ്പോൾ തന്നെ, മുഴകൾ ശരീരത്തിൽ നിന്ന് അപ്രതീക്ഷിതം, നടക്കാൻ കഴിയാത്തവർ നടക്കും, മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതകരമായ പ്രവർത്തിക്കുന്ന നന്ദി, അത്ഭുതകരമായ പ്രവർത്തിക്കുന്ന നന്ദി. ഈ നിമിഷം തന്നെ കർത്താവേ അങ്ങ് തൊട്ട് വിടിവിക്കുന്ന ദൈവമാണല്ലോ. ഈ നിമിഷം തന്നെ വേദനകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളിപ്പോൾ തന്നെ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ വേണ്ടി ഇപ്പോൾ പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം കേട്ടോ, പൂർണ്ണ സൗഖ്യം. കർത്താവെ അങ്ങ് തൊട്ട് കഴിഞ്ഞതിന് നന്ദി, അത്ഭുതം നടത്തിയതിന് നന്ദി, ദൈവം പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. ഇനി എന്നാ വലിയ അർജൻറ്റ് വിഷയമാണെങ്കിൽ നിങ്ങൾ പറയും, ബ്രദറിന് ബുദ്ധിമുട്ട് വന്നത് അതല്ല, എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ പ്രവൃത്തി കഴിഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാം. ഒരേ സാക്ഷ്യമുള്ളവർ ഒരേപോലെ റിപ്പീറ്റ് ചെയ്യേണ്ട, ഒരാൾ പറഞ്ഞതിന് ശേഷം ഏറ്റെടുത്താൽ മതി. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞോട്ടെ. ബ്രദറെ, എന്റെ ഒരു മിനിറ്റ് എന്നെ പറ്റിയ ഒരു മിനിറ്റ് എന്റെ തലവേദനയും എന്റെ നടുവേദനയും മാറി. യേശുവിന്റെ തിരുമുറുകളാൽ എനിക്ക് സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ നടുവേദനയും മാറി. എത്ര നാളാണ് നടുവേദന സിസ്റ്ററെ? നടുവേദന പെട്ടെന്ന് വന്നതാണ്. പക്ഷെങ്കില് നടു ഒരു വിലമൂത്രക്കല്ല് പോലെ ഉണ്ടാകുന്ന പോലെ ഉണ്ട്. ഭയങ്കര ഇതുവരെ ഇല്ലാതെ ഒരു സംഭവമായിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ വലത് കാലിന്റെ സൈഡിൽ തന്നെ കുത്തിപ്പറിച്ച് വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ പിന്നെ എനിക്കത് ഓർമ്മയില്ല. ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ വേറൊരു ദിവസം അങ്ങനെ വന്നു. വേറെ ദിവസം വന്ന ഈശ്വരൻ അങ്ങനെ നടുവേദന ഉണ്ടായിരുന്നല്ലോ എനിക്ക്. പിന്നെ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഞാനത് തന്നെ പ്രാർത്ഥിച്ചപ്പോ പിന്നെ അത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതങ്ങ് മാറിപ്പോയി. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഒരു 4 മാസത്തോളമായി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. റുബയ്ക്ക് നന്ദി. പ്രിയമുള്ള പറഞ്ഞ പോലെ നടുവേദന അസഹ്യമായ വേദനയായിരുന്നു. കർത്താവ് അത് പൂർണ്ണ സൗഖ്യം കൊടുത്തു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് കേട്ടില്ല ബ്രദർ. ഇപ്പൊ ഒരു നമ്പർ പറഞ്ഞില്ലായിരുന്നു ഒരു ആലോചനയിൽ 7413 എന്നുള്ളത്. അതെ, എന്തോ ആയിരുന്നു സിസ്റ്റർ അത്? അത് എന്റെ ഒരു പോസ്റ്റ് കാർഡിന്റെ നമ്പറായിരുന്നു. പക്ഷെ അതിനകത്ത് വേറെ നമ്പറുണ്ട്. പക്ഷെ ഈ 4 നമ്പരും അതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 7413 ആ നമ്പറല്ലേ ഉള്ളത്? അതെ. ഓക്കെ സിസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കർത്താവ് കാണിച്ചു. നമുക്ക് ചിലപ്പോൾ ഫുൾ നമ്പർ വെളിപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളോട്, അല്ലെ ഞാനെന്ന വ്യക്തിയോട് തന്നെയാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളെ ഫോക്കസ് ചെയ്തേക്കും. അതായത് നിങ്ങളെ തന്നെയാണ് കർത്താവ് തൊടുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. കേട്ടോ, വലിയ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി പോകട്ടോ. പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് ബ്രദറെ. ഇന്ന് പറഞ്ഞതിനകത്ത് 2 കാര്യം ഞാനുമായിട്ട് റിലേറ്റഡ് ആണ്. ഒന്ന്, ഒരു ഷോക്കേസിനകത്ത് കുറെ മെഡലുകളും കുറെ അവാർഡുകളും വെച്ചതിനകത്തൊരു മോളുടെ ഫോട്ടോ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെയാണ്. ആ മോള് ഓഗസ്റ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതാണ്. അപ്പം അതൊന്ന്. രണ്ടാമത് ഒന്ന് ബ്രദർ പറഞ്ഞല്ലോ, ഒരു റൂമിൽ കുറേ ബുക്കുകൾ ഇരിക്കുന്നു. അവിടെ എന്തോ റെഡ് കളറിൽ കാണുന്നു എന്ന് പറയും. അത് ഞങ്ങൾ കുറേ ബുക്കുകൾ ഒരു ഷെൽഫിൽ ഒരു കബോർഡിനകത്ത് ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ ബുക്കുകൾ എന്ന് പറയുന്നത് ബൈബിളുകളാണ്. അതെല്ലാം റെഡ് കളറിലാണ് ഇരിക്കുന്നത്. അത് ആ 2 എണ്ണവും ഞാനുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ഏറ്റെടുത്തു സിസ്റ്റർ. തീർച്ചയായിട്ടും നമ്മളെ പറഞ്ഞ ഒരേ ആലോചന ഒരേപോലെ പെടുത്തുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ പ്രവചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നിങ്ങളുടെ മേലേക്ക് വരും. കേട്ടോ, ഏറ്റെടുക്കുക. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. സാക്ഷിയാക്കി കർത്താവ് മാറ്റും. അഭിലാഷ് ഭർത്താവ് എന്ന് പറഞ്ഞത് എന്റെ മകളുടെ ഭർത്താവാണ് ബ്രദറെ. സിസ്റ്ററുടെ മകളുടെ ഭർത്താവാണത്? അതെ. ഏറ്റെടുത്തു. ഇന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസത്തിലോട്ട് വരണം. ആൾക്ക് അവര് ഇങ്ങനെ ഒന്നും പറയൊന്നുമില്ല, എങ്കിലും വിശ്വാസത്തിലല്ല. ഞാനാണ് വിശ്വാസത്തിൽ സ്നാനം. ദൈവം തൊടാൻ വേണ്ടി പോവാ സിസ്റ്റർ. ആ മകനെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. കുടുംബത്തിന്റെ മേലെ ആ മകൻ മുഖാന്തരം, അഭിലാഷ് മുഖാന്തരം തന്നെ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. കേട്ടോ, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ക്യാമറയുടെ ഇത് പറഞ്ഞില്ലേ, ഷോക്കേസിൽ ക്യാമറ ഇരിക്കുന്ന, അത് ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. കേട്ടോ, വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. എന്റെ വീട്ടിൽ ആ ക്യാമറ കുറച്ച് 2-3 ടൈപ്പ് ക്യാമറകൾ ഞാൻ ഷോക്കേസിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഷോക്കേസ് തന്നെ മോൾക്ക് മോന് കിട്ടിയതുമായ മെഡലുകളുണ്ട്. പക്ഷെ ഈ മോളുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഫ്രെയിം ചെയ്ത ഒരു സാധനം ആ ഷോക്കേസിലല്ല, വേറൊരു റൂമിലാണ് വെച്ചിരിക്കുന്നത്. ഇല്ല സിസ്റ്റർ, ഞാൻ പറഞ്ഞില്ല ഷോക്കേസിലിരിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ആ അടയാളമാണ് അത് കേട്ടത്.
വേറൊരു ഷെൽഫിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ആ റൂമിൽ ഈ ബുക്കുകളൊക്കെ വേറൊരു റൂമില് ഞാൻ കുറേ ബുക്കുകളൊക്കെ ഇങ്ങനെ അടുക്കി വേറൊരു സ്ഥലത്താണ് ഒരു ഈ ഞാൻ പറഞ്ഞ പറഞ്ഞില്ല സിസ്റ്റർ, ഒരേ വെച്ചിട്ടുണ്ട്. ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം. ചിലപ്പോൾ ഒരേ വ്യക്തികളെ കർത്താവ് ഒരേപോലെ ആ ദൈവപ്രവൃത്തി നിങ്ങൾ, അതായത് ചിലർക്ക് ഒരേ വിഷയങ്ങളായിരിക്കും ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് സ്വീകരിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഒരേ അടയാളം വരുന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞതിന് ശേഷം അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താൽ മതി. കർത്താവ് അത് സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. എടുത്ത് പറയണമെന്നില്ല നിങ്ങൾ. ആ ബ്രദർ എന്റെ മോളെ ആഗസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഒരാൾ പറഞ്ഞതിന് ശേഷം നിങ്ങളത് ഏറ്റു പറയണ്ട, നിങ്ങളത് സ്വീകരിച്ചാൽ മതി. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വെളിപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം പറഞ്ഞോട്ടെ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ? അതെ, ഇന്ന് രാവിലെ ഞാനൊരു കിടങ്ങൂർ എന്ന് പറഞ്ഞ, കോട്ടയത്ത് ഈ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ഞാൻ തൂത്ത് വരാൻ പോകുന്നുണ്ടേ. അപ്പൊ ഇന്ന് രാവിലെ പോയപ്പോൾ എനിക്ക് ഭയങ്കര തലകറക്കമായിരുന്നു. അവിടെ ചെന്ന ഒരു വിധത്തിലാണ് ഞാൻ അവിടെ തുടച്ചൊന്നുമില്ല, അവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട് 10 മണിയായപ്പോൾ മുതൽ എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് എന്റെ ശരീരം തളരുമോ, എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു, എന്നാന്നറിയത്തില്ലായിരുന്നു. അപ്പോൾ കൂടെയുള്ളവർ ഇനി ഷുഗർ ഉണ്ട്, എനിക്ക് ഷുഗർ താന്ന് കൊടുത്ത് പഞ്ചസാര കഴിക്കാൻ പറഞ്ഞാൽ അത് കഴിച്ചു, മുട്ടായി കൊണ്ടു തന്നു, അതെല്ലാം കഴിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയണം, അവിടെ കിടങ്ങൂര് പിന്നെ ലിറ്റിൽ ലൂർദ് ആ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുപോകാന്ന് ഓർത്ത് തൊട്ടടുത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്നോർത്ത്. പക്ഷെ എനിക്ക് അനങ്ങത്തില്ലായിരുന്നു, എനിക്കൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു തന്നെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്തു, ബ്രദറെ, എന്ത് വന്നാലും ഞാൻ ആശുപത്രിയിലോട്ട് പോകത്തില്ല, മരുന്ന് കഴിക്കത്തില്ല, മരുന്ന് മേടിക്കാൻ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊന്ന് വീണായിരുന്നു 2-3 ആഴ്ച മുമ്പ്. എന്നിട്ട് ഞാൻ കാലൊക്കെ പോയെങ്കിലും ഞാൻ സാക്ഷ്യം പറഞ്ഞാണ്, ഞാൻ മരുന്നിന് പോയില്ല, പിള്ളേര് നിർബന്ധിച്ചിട്ടും ഞാൻ പോയില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് 12 എനിക്ക് പോരാ, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് എഴുന്നേറ്റ് പോകണം, എനിക്ക് ജോലി ചെയ്യാതെ എനിക്ക് കർത്താവെ എനിക്ക് ആരാധനയ്ക്ക് പോകാൻ കഴിയില്ല, എന്റെ അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞു വിടുന്നു, കർത്താവിനോട് പറഞ്ഞു. യേശു കർത്താവിന്റെ തിരുമുറിവിനെ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്ന ആ സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പാസ്റ്ററെ. എന്നിട്ട് 12 ആയപ്പോഴത്തേക്കിനും എനിക്ക് പോയിരുന്ന സമയമായപ്പോ എനിക്ക് നന്നായിട്ട് അങ്ങ് മാറി, നല്ല ഇതായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പോകുന്നു, ഇവിടെ വീട് വരെ എത്തി. എല്ലാം ഞാനൊരു 12:30 ആകുമ്പോൾ എത്തുന്നു. ഇന്ന് 3 മണിയാകാറായി ഞാൻ വീട്ടിലെത്തിയിട്ട്. അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ദൈവം എന്നെ കാത്ത്, എന്റെ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രത്തോളം അത്ഭുതകരമായിട്ടാണ് കർത്താവിനെ നടത്തിയത്. ആ ക്ഷീണം എനിക്കറിയാം, ഞാൻ എവിടെയെങ്കിലും വീണു, അതുപോലെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ അവരവിടെ അഡ്മിറ്റ് ആക്കും, ട്രിപ്പ് ഇടും, അവർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ. എനിക്കതറിയാം, അങ്ങനെ നേരത്തെ ഒന്നും എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. നിന്നതിപ്പോ ഇതുപോലെ തന്നെ വന്നു. പക്ഷെ ദൈവം അവിടെ എല്ലാം എന്നെ കാത്തു പരിപാലിച്ചതിന് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എന്റെ കർത്താവിന്. ഞാനിപ്പോ എന്റെ കൂടെ ഉള്ളൊരു സഹോദരി വിത്ത് കയറുന്നുണ്ട്. സഹോദരി ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇന്ന പോലെയൊക്കെ ഒന്ന് ആയിരുന്നെന്ന് പറഞ്ഞു. അത് രാവിലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചെ എനിക്ക് മേല എന്നെല്ലാം പറഞ്ഞു. വൈകുന്നേരം എന്നെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു കുഴപ്പമില്ലാതെ കർത്താവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി. ഈ പ്രാർത്ഥനയിൽ കൂടുതൽ ശേഷം ഒരുപാട് വളരുവാൻ ദൈവം സഹായിച്ചു. ബ്രദർ, എനിക്ക് അന്യഭാഷകൾ വളരെ ആഗ്രഹമാണ്, അഭിഷേകം ലഭിച്ചിട്ടില്ല. ബ്രദർ അതിനു വേണ്ടി എനിക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ് ആഗ്രഹം. കുടുംബത്തിലെല്ലാവരും വേറെ ഇത് നിൽക്കുന്നു, ഞാൻ മാത്രമാണ് എൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് എന്ന് പറയുന്നത് തന്നെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവിൻ്റെ സൗഖ്യം എനിക്ക് വേണം. നമുക്കറിയാം, നമ്മുടെ രോഗത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചത് കർത്താവിൻ്റെ മുറിവിനല്ലെന്ന് കേട്ട സാക്ഷ്യം പോലെ തന്നെ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തതിന് നന്ദി. വലിയ ദൈവപ്രവർത്തിക്കായിട്ട് സ്തുതിക്കുന്നു സിസ്റ്റർ. ഇനിയും കർത്താവിൽ വചനം പറയുക, ശക്തമായിട്ട് തന്നെ ദിവ്യ ആരോഗ്യത്തിൽ വിശ്വസിക്കുക. കർത്താവ് അനേകരെ സൗഖ്യമാക്കുവാൻ സിസ്റ്റർ ഉപയോഗിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഒരു മിനിറ്റ്. കോഴിക്കറിയും കരിക്കും വെക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി, ഞാൻ കഴിഞ്ഞ ദിവസം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ചേച്ചി കട തുറന്നിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ആ ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി ഇന്ന് കട തുറക്കാന്ന് ചോദിച്ചപ്പം അവരുടെ കൈയും മുഖവും എല്ലാം സോറിയാസിസ് വന്ന പോലെ അങ്ങ് തൊലിയെല്ലാം അങ്ങ് പോയി, ഇറച്ചി മാത്രം, സ്കിന്നെല്ലാം ഓടിപ്പോയിട്ട് നമ്മുടെ സ്കിൻ ഇറച്ചി ഇങ്ങനെ നിൽക്കുവാണ്. അത് സോറിയാസിസ് അല്ല, അതുപോലെ പറയാൻ പറ്റില്ല.
ആ ഒരു അവസ്ഥയിൽ അവർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് പോലും ആൾക്കാർ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കട തുറക്കുന്നില്ല സിസ്റ്റർ. എനിക്ക് കടയിൽ കച്ചവടമില്ല. കാരണം കോഴിയിറച്ചി വാങ്ങാൻ വരുന്നവരും കരിക്ക് മേടിച്ച് കുടിക്കാൻ വരുന്നവരും എൻ്റെ കൈയും മുഖവും ഒന്നും കാണുമ്പോൾ അവർ ഒന്നും മേടിക്കത്തില്ല. അതുകൊണ്ട് കച്ചവടമില്ല. അതുകൊണ്ടാണ് ഞാൻ തുറക്കാത്തതെന്ന് പറഞ്ഞു. ഞാൻ ആ റോട്ടിൽ നിന്ന് യേശുവിൻ്റെ തിരുമുറിവിനാൽ പൂർണ്ണ സൗഖ്യം ഞാൻ കൽപ്പിക്കുന്നു പറഞ്ഞ് അവർക്ക് ജീവിതത്തിൽ ആരും തൊടുവില്ല. അവരുടെ കയ്യെ തൊട്ടത് തന്നെ അവർക്കൊരു അതിശയം. അവർ അങ്ങനെ പ്രാർത്ഥിച്ചു. ആ റോട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി. അവർ പറയുന്നു ക്രിസ്തുവിന്റെ ദൈവത്തെ തൊട്ടല്ലോ, അത് ഭയങ്കര അതിശയം, എനിക്ക് ആരും എൻ്റെ അടുത്ത് പോലും നിൽക്കില്ലായിരുന്നു പറഞ്ഞു. ഞാൻ പോയി. പിറ്റേന്ന് ഞാൻ പോയി. ചെന്നപ്പം ഞാൻ പറഞ്ഞു കടയിൽ വരണം, നിങ്ങൾ കട തുറന്നിരിക്കണമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ സിസ്റ്ററെ മറ്റൊരു ദേഹത്തോടെ ആ കൈ കൂടെ ഒക്കെ വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളം ഒലിക്കുന്ന അവസ്ഥ അങ്ങ് നിന്നു. ഞാൻ മൂന്നാമത്തെ ദിവസം ചെന്നപ്പോഴും ആ സ്കിന്നെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരാഴ്ചയായിട്ട് അവരുടെ സ്കിന്ന് നമ്മുടെ പോലെ നോർമലായി. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരോടും പറയണം യേശുവിനെ ഉയർത്തണം. ഇപ്പൊ യേശു എനിക്ക് സൗഖ്യം തന്നു, അപ്പൊ എന്റെ തിരുമുറിവിനാൽ പൂർണ്ണ സൗഖ്യം തന്നെന്ന് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദർ ഒരു വലിയ അത്ഭുത സാക്ഷ്യം, എനിക്ക് ഇവന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു അത്ഭുത സാക്ഷ്യം ഇന്ന് എനിക്ക് കാണാനായിട്ട്. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. നിങ്ങളത് കേട്ടല്ലോ. ആ ഒരു സഹോദരി സോറിയാസിസിന്റെ ബുദ്ധിമുട്ട് പോലെ തന്നെ ശരീരം മുഴുവനും വ്രണം വന്ന് മുറിവുള്ള സഹോദരിയാണ്. ഡോക്ടറെ കാണിച്ചു, ട്രീറ്റ്മെന്റ് കാണിച്ചു, ഒരു വ്യത്യാസവും വന്നില്ല. സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലായിരുന്നു, അവിടെ ഒരു കടയുണ്ട്, ഒരു കരിക്ക് കടയുണ്ട്, ചിക്കൻ കടയുണ്ട്. പക്ഷേ കടയിൽ വരുന്ന ആളുകൾ ഈ വ്രണം നിറഞ്ഞ് മുറിവിരിക്കുന്ന ഈ അസുഖമുള്ള ആളെ കാണും പലപ്പോഴും കടയിൽ പോലും കയറാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ സിസ്റ്റർ അവിടെ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. അതാണ് കർത്താവിൻ്റെ മുറിവിൽ രോഗസൗഖ്യമുണ്ട്, അത്ഭുതമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. നിങ്ങൾ പറഞ്ഞു കേട്ടായിരുന്നു, ആ മുറിവിൽ നിന്ന് വ്രണത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അത് നിമിത്തം ജോലിക്ക് പോലും ഉണ്ടായിരുന്ന പ്രസ്ഥാനം പോലും അടച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് ഓർത്തോണം. പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടറെ അടുത്ത് പോയിട്ടും ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത അസുഖമായിരുന്നു. കൈവച്ച് പ്രാർത്ഥിച്ചു, ആ പൊട്ടി ഒലിക്കുന്ന അവസ്ഥ നിന്നു. പിന്നീട് നോക്കിയപ്പോഴേക്കും നോർമൽ സ്കിന്നായിട്ട് അത് മാറി. എന്നാലോചിച്ച് നോക്കി, ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. സിസ്റ്റർ ഇനി അനേകർക്ക് വേണ്ടി രോഗസൗഖ്യത്തിൻ്റെ കൃപാവരം സിസ്റ്ററുടെ മേലെ ആക്റ്റീവായിട്ടുണ്ട്. അനേക രോഗികളെ ഇന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ അത്ഭുതത്തെ ഇനിയും കാണാൻ കർത്താവ് ഇടയാക്കും. അത്ഭുത സൗഖ്യം ഇനിയും കാണും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ സഹോദരിയെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഫെബ്രുവരിയിലെ മീറ്റിംഗ് വരണം കേട്ടോ. സാക്ഷ്യം പറയണം, അവരെയും കൂട്ടിക്കൊണ്ട് വരണം. പറഞ്ഞു സിസ്റ്റർ, സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. എന്റെ നാക്കേല് മിനിങ്ങാന്നൊരു മുള്ളു കുത്തിയിട്ട് മുള്ള് നല്ലപോലെ തടഞ്ഞു. എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. ഒരു ഡോക്ടറെ കണ്ടു. അവിടെ ചെന്നപ്പോ അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ വടക്കാഞ്ചേരി പോയപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിഷമിച്ച് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അടുത്തേക്കും പോയില്ല, എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് എനിക്ക് വല്ലാത്ത ഭാരവും പ്രയാസമായി പോയി. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാനിവിടെ വന്ന് എന്റെ നാവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, അത്രയും ഭാരമായി ദൈവത്തോട് പറഞ്ഞു, എന്റെ കർത്താവ് ഈ മുള്ള എന്റെ കർത്താവിന്റെ തിരുമുള്ള ഈ മുള്ള അത് മാറി ആ മുള്ളൊന്ന് ഊരി പോകാൻ എന്റെ ദൈവം സഹായിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചു കിടന്നു. അവള് മാറി നേരം എടുക്കുമ്പോ ആ മുള്ളു പോയി. പിന്നെ എനിക്ക് ആ മുള്ളിൽ ആ പ്രയാസം ഉണ്ടായില്ല നാവേല. ആമേൻ. നന്ദി കർത്താവേ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കർത്താവ് വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്തു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പറഞ്ഞു, കർത്താവ് എനിക്കിത് മോചനം വേണം. കർത്താവ് ആ ബുദ്ധിമുട്ടിനെടുത്ത് വരും. നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നിയാലും അത് അനുഭവിക്കുന്നവർക്ക് വലിയ വിഷയം തന്നെയാണ്. കർത്താവ് വിഷയത്തിന് മേൽ പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എനിക്കൊരു 6-7 ഭാഷ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് അധികം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു 6-7 ഭാഷ കിട്ടിയിട്ടുള്ളൂ. 6-7 മതി. 6-7 ഭാഷ ധാരാളമാണ്. അത് 6-7 ഭാഷ സംസാരിക്കുക, അത് വർദ്ധിച്ചു വരും. അതിൻ്റെ മാറ്റങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ കാണാനിടയായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്നിരുന്നേ. അപ്പൊ അവളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ നിന്ന് ഞാനൊരു ദിവസം അവളുടെ കൂടെ. അപ്പൊ ആ അടുത്തുള്ള ബെഡിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും യേശുവിനെ കുറിച്ച് പറയാനും നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് പറയാനും അതിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കാനും മീറ്റിങ്ങിന് വരണം എന്ന് പറയാനും എല്ലാം ദൈവം എന്നെ സഹായിച്ചു. അത് വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് മാത്രമല്ല ബസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ അടുത്തിരിക്കുന്നവരോട് സുവിശേഷം പറയാനുള്ള ഒരു അവസരം ദൈവം ഉണ്ടാക്കി തരുന്നുണ്ട്, പറയാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ദൈവത്തിന് മാത്രം കൊടുക്കുന്നു. ബ്രദറിന് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ. ഞാൻ ഒന്നുകൊണ്ട് കാര്യം കൊണ്ടൊന്നും പറഞ്ഞുകൊണ്ട് നോട്ടീസ് പറഞ്ഞപ്പോൾ നമുക്ക് നോട്ടീസ് കൊടുക്കുവാൻ ചിലർ താല്പര്യം പറഞ്ഞിരുന്നു. അപ്പം അതിനോട് ജസ്റ്റ് വർഗീസ് വാരൊക്കെ പറഞ്ഞിരുന്നു ചില ആളുകൾ വില്ലിങ് ആണ് നോട്ടീസ് കൊടുക്കുക. അതായത് നമ്മുടെ പ്രാർത്ഥനകളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പ്രാർത്ഥനകളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന നോട്ടീസുകൾ കൊടുക്കുവാൻ ചിലർ താല്പര്യം പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോട്ടീസുകൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ബ്രദറെ ഞാനൊരു 10 വീട്ടിൽ കൊടുക്കാൻ ഞാൻ ഈ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു നിർബന്ധമില്ല, കൊടുക്കണം നിർബന്ധമില്ല. കൊടുക്കണം നിർബന്ധം പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആരും ബുദ്ധിമുട്ട് ചെയ്യണം. ചില ആൾക്കാർ താല്പര്യം പറഞ്ഞു, അവർക്ക് വേണ്ടി നമ്മൾ നോട്ടീസുകൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഹോസ്പിറ്റലിൽ നിന്നപ്പോഴേക്കും കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞു. ഈ സുവിശേഷത്തിലേക്ക് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം ഇപ്പം നമ്മളെ മറ്റേ സൗകര്യം പറഞ്ഞിട്ടില്ലോ, ആ പൊട്ടി വ്രണം ഒലിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിലെ ജോലി പൂട്ടി നിരാശ. അന്ന് നിങ്ങൾ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ മാനസികാവസ്ഥ ചിന്തിച്ചു പോയി. ഒരു പ്രസ്ഥാനം തുടങ്ങി അവരെ കാണുന്നവർ അറപ്പോടെ നോക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് പൂട്ടിയിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് സുവിശേഷം കേട്ട ഒരാൾ, വചനം കേട്ട് യേശു അത്ഭുതം ചെയ്യുമെന്ന് കേട്ട ഒരാൾ ആ കുടുംബത്തെ സഹായിച്ചു. ഹോസ്പിറ്റലിൽ പോയിട്ട് രക്ഷയില്ല, വ്രണം മാറുന്നില്ല, രോഗം മാറുന്നില്ല, സോറിയാസിസിൻ്റെ പോലത്തെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കുടുംബത്തെ സുവിശേഷം കേട്ട ഒരു വ്യക്തി പോയി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ സുവിശേഷം കേട്ടതുകൊണ്ടല്ലേ ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ആ കുടുംബം തകർന്ന അവസ്ഥയിൽ നിന്നും നിരാശപ്പെട്ട അവസ്ഥയിൽ നിന്നും സൗഖ്യമായി ഇന്ന പ്രസ്ഥാനം വീണ്ടും തുടർന്നു, യേശുവിൻ്റെ സാക്ഷിയായി. അപ്പോൾ നിങ്ങൾ ഈ സുവിശേഷം കൊടുക്കാൻ തയ്യാറായവർ അതൊരു മടിയൊന്നും വലിയൊരു നാണക്കേടും വിചാരിക്കേണ്ട, യേശുവിനെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ യേശുവിനെ കൊടുക്കുവാൻ താല്പര്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ നാളെ ഒന്നുകൂടെ നിന്നെ ഓർപ്പിച്ചോടെ ഞാൻ വീണ്ടും പറയും. അങ്ങനെ താല്പര്യമുള്ളൊരു നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് നിർബന്ധമില്ല. താല്പര്യം ബ്രദറെ ഞാനൊരു 10 വീട്ടിൽ കൊടുക്കാൻ പറയാം, അല്ലെങ്കിൽ 20 വീട്ടിൽ ഞാൻ ഇൻവിറ്റേഷൻ കൊടുക്കാം. ഇതിനൊക്കെ പ്രതിഫലമുണ്ട് കേട്ടോ, ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രെയർ ലൈനിലേക്ക് നിങ്ങളത് കോൺടാക്ട് ചെയ്താൽ മതി, അവരതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10 പേർക്ക് ഞാൻ ഈ നോട്ടീസ് കൊടുക്കുന്നതുകൊണ്ട് ഞാനിത് 10,000 2,000 നോട്ടീസ് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും ഒരു മടിയില്ല, ഞാൻ ഇവിടെ ആയിരുന്നില്ല ഞാൻ കൊണ്ട് കൊടുത്തേനെ. എനിക്ക് വലിയ സന്തോഷം. കാരണം വെച്ചാൽ നമ്മൾ യേശുവിനെ കൊടുക്കുവാണ്, നോട്ടീസ് കൊടുക്കുന്നതല്ല, യേശുവിനെ കൊടുക്കുവാണ്. അപ്പോൾ ചിലപ്പോൾ ഈ കാണുന്നൊരു വ്യക്തി, തകർന്നിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ചിന്തിക്കുക എന്നാൽ പിന്നെ പ്രാർത്ഥനയിലൊന്ന് പങ്കു ചേർന്നേക്കാം. ആ വ്യക്തിയെ കർത്താവ് തൊട്ടാൽ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തുടക്കത്തിൽ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ പറയണ്ട, അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഞാനിപ്പം അതിൻ്റെ നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു ഓരോരുത്തരോ സാർ പറഞ്ഞു. ഒരു സെക്കൻഡ് പറഞ്ഞു. എന്റെ ചേച്ചിക്കാണെങ്കിൽ ഈ പുറത്ത് മൊത്തം അങ്ങ് ചൊറിഞ്ഞു വെള്ളം ഒഴുകുമായിരുന്നു. ഇങ്ങനെ പുറവും കൈയും എല്ലാം പിന്നെ 2-3 മാസം കൊണ്ട് അങ്ങനെ ആയിരുന്നു. എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഇതുപോലെ പ്രാർത്ഥന ബ്രദറിന്റെ കേൾക്കുമായിരുന്നു. അപ്പൊ അമ്മാമ്മ ഇവിടെ വന്നപ്പോ ഞാൻ അമ്മാമ്മ ഇവിടെ ആ ഭാഗത്ത് കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. കയ്യിലും പുറത്ത് യേശുവിന്റെ തിരുമുറിവിനാല് സൗഖ്യമുണ്ട് അമ്മാമ്മയും വിശ്വസിക്കുക. അങ്ങനെ പറഞ്ഞു 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. ദേഹത്ത് തിരുമ്മി പ്രാർത്ഥിച്ചു. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം കൈക്ക് അങ്ങ് വേദന. ഞാൻ പറഞ്ഞു യേശുവിന്റെ തിരുമുറിവിനാലെ സൗഖ്യം ഉണ്ടെന്ന് അമ്മാമ്മ പേറ്റ് പറയുമ്പോ സൗഖ്യമുണ്ട്. അമ്മാമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രദറെ. ഇപ്പൊ ആ ചൊറിച്ചിലുമില്ല, വെള്ളമെടുക്കുമില്ല, ഒന്നുമില്ല. ഇപ്പൊ നല്ല സുഖം അതിന്. ആമേൻ. കണ്ട കർത്താവ് സൗഖ്യമാക്കിയത്. അപ്പൊ ഇതാ പറഞ്ഞത് കർത്താവിന്റെ ഇതാണ് സുവിശേഷം കൊടുക്കുക എന്ന് പറഞ്ഞത്. സാക്ഷ്യം പറയാനെ കൊണ്ട് ഞാൻ പറഞ്ഞു നീ അങ്ങ് പറയുന്നു പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്.
തീർച്ചയായിട്ടും കർത്താവ് ഇത് തൊട്ടതിന് നന്ദി. പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ആ വ്യക്തിക്ക് വേണ്ടി പുറമെല്ലാം അതുപോലെ തന്നെ പൊട്ടി ഒലിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ കാണാൻ പറ്റി. ഇന്ന് ആ വേദനയാലും മുറിവിനാലും ഭാരപ്പെട്ട ആ വ്യക്തിയെ യേശു തൊട്ടത് ഇന്ന് കാണാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ ഇതേപോലെ അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിച്ചോണം. അനേക കുടുംബങ്ങളെ കർത്താവ് സൗഖ്യമാക്കുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു ബ്രദർ സിസ്റ്ററെ. കഴിഞ്ഞ ദിവസം പറഞ്ഞു ത്രേസ്യാമ്മയുടെ മകന്റെ അലച്ചിലുകൾ ദൈവം കണ്ടിരിക്കുന്നു, സമാധാനം തരുന്നു എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഇനി അടുത്ത മാസം മുതൽ അവന് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുക. കാരണം അതിനുള്ള യോഗ്യത സാധാരണ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ ഈ മോനെ അവിടെ സെലക്ട് ചെയ്തിരിക്കുക, ജോലിയിലേക്ക് പ്രവേശിക്കുക അടുത്ത മാസം. അങ്ങനെ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. നല്ലൊരു ആമേൻ. ജോലിയാണ്. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ് കേട്ടത്. ത്രേസ്യാമ്മയുടെ കുടുംബത്തിൻ്റെ മോൻ്റെ അലച്ചിലിനെ കർത്താവ് വലിയൊരു സ്വസ്ഥത വരുത്തുവാന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ആ ദൂത് ഏറ്റെടുത്തു, ആ പ്രവചനം ഏറ്റെടുത്തു. അതിനുശേഷം തന്നെ അവരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആർക്കും അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനത് അറിയാം. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി അവൻ്റെ അലച്ചിലിനെ തമ്പുരാൻ നിർത്താൻ വേണ്ടി പോകും. അപ്പോൾ ആ ആൻറ്റിയുടെ പേര് വെളിപ്പെടുത്തിയിട്ട് ആൻ്റെ മോൻ്റെ കാര്യമില്ല. അപ്പോൾ ഇതാലോചിച്ച് നോക്കി, ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമൊന്നും അല്ല. ഇതൊന്നും അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാവും, ഇല്ല, നമ്മുടെ കയ്യിലുള്ള ഒന്നുമല്ല. പക്ഷെ കർത്താവ് ഇത് മുന്നമേ അറിഞ്ഞു. ദൈവം അത് വെളിപ്പെടുത്തി ഇന്ന് സാക്ഷ്യമായിട്ട് പറയുവാൻ കർത്താവ് കൃപ കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും സാക്ഷ്യമാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദർ. ഹലോ ബ്രദറെ, പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോളേ ഒരു വിഷയം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ആ വിഷയം മനസ്സിൽ വെച്ചിട്ടാണോ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക? വേണ്ട സിസ്റ്ററെ, നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ റോമാലേഖൻ, നമ്മളത് നേരത്തെ അന്യഭാഷാ പ്രാർത്ഥന എടുത്തതുകൊണ്ട് ഞാനത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിൻ്റെ മേലെ എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്കറിയത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വിഷയത്തിൻ്റെ കാരണം നമുക്കറിയത്തില്ല. ഇപ്പോൾ യേശു ഗദരദേശത്തിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഭ്രാന്തുള്ള ഒരാളെ കണ്ടു. എല്ലാവരും പുള്ളിയെപ്പറ്റി പറഞ്ഞ് ചെങ്ങല ഇട്ട് കഴിഞ്ഞാൽ ആ ചെങ്ങല പൊട്ടിച്ച് ആൾക്കാരെല്ലാം സ്വന്തമായിട്ട് മുറിവേൽപ്പിക്കുന്ന ഒരു ഭ്രാന്തുള്ള മനുഷ്യനാണ്. എല്ലാവർക്കും അയാൾ ഭ്രാന്തനാണ്. പക്ഷേ യേശു പറഞ്ഞു ഇവൻ്റെ മേലെ 6000 ഭൂതമുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, ഇപ്പം അവരുടെ വീട്ടുകാരെന്നാ പ്രാർത്ഥിക്കുന്നത്? ഭ്രാന്ത് മാറാൻ വേണ്ടി. പക്ഷെ ഭ്രാന്തല്ലവന്, അവൻ്റെ വിഷയം ഭ്രാന്തല്ല, അവൻ്റെ വിഷയം അവനെ വ്യാപരിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ, അതാണ് റോമർ 8:20 പറഞ്ഞത്, നമ്മൾ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കണം. നമ്മൾ അറിയുന്നില്ല, നമുക്ക് എങ്ങനെ പറയണം നമുക്കറിയാം. പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയം പറയണ്ട, നമ്മൾ വചനം പറഞ്ഞിട്ട് അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാചിൻ്റെ സകല തന്ത്രങ്ങളും അവിടെ നിന്ന് അഴിഞ്ഞു മാറി അത്ഭുതം നടക്കും കേട്ടോ. നമ്മുടെ വിഷയം ആ സമയത്ത് പറയണ്ട, വചനം പറഞ്ഞാൽ മതി. ഓക്കെ സിസ്റ്റർ. പറഞ്ഞു എന്തോ പറഞ്ഞു. ബ്രദറെ, ഞാൻ എന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അനിയത്തി എന്ന് പറഞ്ഞു പറയുന്നത് എന്റെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയാണ്. അവള് കുവൈറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം അവളെ അമ്മ മരിച്ചു പോയിരുന്നു. കഴിഞ്ഞ വർഷമാണ് നാട്ടിൽ വന്നിട്ട് പോയത്. അന്നേരം 2 വർഷം കൂടുമ്പോഴേ അവർക്ക് അവധി കൊടുക്കുകയുള്ളൂ. അന്നേരം അമ്മ മരിച്ചു പോയതുകൊണ്ട് നാട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് മേഡം ഇത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്താണ് പോകാനായിട്ട്. പക്ഷെ അവർ സമ്മതിക്കാനുണ്ട്, അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഒത്തിരി കരഞ്ഞു പറഞ്ഞിട്ട് അവർ സമ്മതിക്കില്ല, നാട്ടിൽ പോകാൻ പറ്റില്ലെന്നാ പറയുന്നത്. അങ്ങനെ അവള് കരച്ചിലും വിഷമവും കണ്ട് ഇന്നലെ ബ്രദറിന് ഇന്നലെ പ്രയർ റിക്വസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. ഇന്ന് രാവിലെ വളരെ അത്ഭുതമായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, ആന്റി എനിക്ക് പോകാൻ പെർമിഷൻ കിട്ടി. 3 ദിവസത്തേക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നാലും എനിക്കിന്ന് പോയി എൻ്റെ അമ്മയെ കാണാമല്ലോ. നമ്മുടെ ഞായറാഴ്ചയാണ് ശവസംസ്കാരം നടക്കുന്നത്, ഒന്നൊക്കെ പോയി കാണാമല്ലോ. അപ്പൊ നാളെ വൈകിട്ട് പോവാണ് അവള്. ഞായറാഴ്ചയാണ്, ചൊവ്വാഴ്ച തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞു. ദൈവം അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചതിന് ദൈവത്തിന് കൂടാനുകൂടി നന്ദി സ്തോത്രം സമർപ്പിക്കുന്നു. ബ്രദറിന് നന്ദി പറയുന്നു. ബ്രദർ പ്രാർത്ഥിച്ച് ആ അനുഗ്രഹമാണ് ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റില്ല. നമ്മുടെ ഏത് തടസ്സമായിക്കോട്ടെ, നോ പറഞ്ഞതായിക്കോട്ടെ, ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടെന്ന് പറഞ്ഞത് കർത്താവ് വിഷയത്തിൻ്റെ മേൽ ഇന്ന് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? ഹലോ, പറഞ്ഞു. കേൾക്കത്തില്ല സിസ്റ്ററെ, കേൾക്കുന്നില്ല, ക്ലിയറാ. 2010 വഴിസംബന്ധമായ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രദർ അതിനെ കുറിച്ച് കുറെ ആലോചനകൾ പറഞ്ഞതാണ്. ഞാൻ തൃശ്ശൂർ മീറ്റിങ്ങിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്
എല്ലാ കാര്യങ്ങളും ശരിയാവുന്നുള്ളത്. അപ്പോൾ ബ്രദർ ഒരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്നു അവര് ഈ സ്ഥലം അവിടുന്ന് വെട്ടിങ്ങാണ്ട് അവരവിടുന്ന് വെട്ടിങ്ങാണ്ട് മാറി പോകുന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അതാണ് 3 മാസം മുമ്പ് ഞങ്ങളത് പുറത്തുനിന്ന് അറിഞ്ഞു അവിടുന്ന് പോവാന്നുള്ളത്. അപ്പൊ അവര് പിന്നെ ഇപ്പൊ 2 മാസം മുമ്പ് ഞങ്ങളുടെ അടുത്ത് വന്ന് നേരിട്ട് പറഞ്ഞു കേസ് നമുക്ക് 2 കൂട്ടരും പറഞ്ഞുകൊണ്ട് തീർക്കാം. 2010 ഞങ്ങൾ കൊടുത്ത കേസ് 2024 അത് വിധി വന്നു ഞങ്ങൾക്ക് അനുകൂലമായിട്ട്. ഇവര് 2016 ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലിൽ ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് അവര് ഞങ്ങൾക്കെതിരെ സാക്ഷി അവിടെ മൊഴി പറഞ്ഞതാണ് ഞങ്ങൾക്കെതിരായിട്ട്. അവര് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ആ മൊഴി ഞങ്ങൾ മാറ്റി പറയാം, കേസ് നമുക്ക് 2 കൂട്ടർക്കും തീർപ്പാക്കാം, പ്രശ്നങ്ങളെല്ലാം തീർക്കാന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് മാറാൻ പോണവര് വേറെ സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചത്. പിന്നീട് ഞങ്ങൾ അറിഞ്ഞു ഒരു 8 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോടൊന്ന് വിറ്റ് പോകുന്നുള്ളത്. അപ്പൊ അവര് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് വലിയൊരു ഈ സിസ്റ്റർ പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാര്യം എനിക്കത് തൃശ്ശൂർ നടക്കുന്ന മീറ്റിംഗ് അവിടെ വേണം സിസ്റ്റർ പറഞ്ഞത് ഈ ആലോചന. ഞാൻ വന്നപ്പോൾ ബ്രദർ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീറ്റിങ്ങിൽ സൂം മീറ്റിങ്ങിലും പല പ്രാവശ്യം പല കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് സംബന്ധിച്ചും ഓരോ കാര്യങ്ങളും ഞാൻ ആയിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരായിട്ട് കുറെ കാര്യങ്ങൾ ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് ഞാൻ ഇതിൽ സംസാരിക്കാറില്ല, തിരക്ക് കൂടുതലായതുകൊണ്ട്. പിന്നെ ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരോടൊന്ന് മാറി പോകുന്നുള്ളത്. പക്ഷെ അവര് വളരെ സൗമ്യത്തിലാണ് വന്നേക്കുന്നത്. നാളെ അപ്പൊ സ്ഥലത്തിന്റെ അളവാണ്, നാളെ അളക്കല്ലാണ് ഇവിടെ. അതൊന്ന് ബൗണ്ടറി തിരിക്കാനായിട്ട്, എന്നിട്ട് വേണം മതിൽ കെട്ടാനായിട്ട്. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് ബ്രദർ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ വലിയൊരു പ്രശ്നത്തിൻ്റെ അകത്തിരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നക്കാർ നിങ്ങളെ വിറ്റുപോകും. അപ്പോൾ അതൊന്നും ഒരിക്കലും ആ സമയത്ത് അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അല്ലേ. നമുക്കതൊന്നും ഒരു ചാൻസ് ഇല്ല. പക്ഷെ കർത്താവ് അത് 8 മാസം മുമ്പ് എന്ന് വെച്ചാൽ ഇന്ന് വന്നവർ പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്, നമുക്കെല്ലാം ഒത്തുതീർപ്പാക്കണം. അപ്പം ഈ നടക്കാൻ പോകുന്ന കാര്യം 8 മാസം മുമ്പ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോവാണ്. അത് ഏറ്റെടുത്തു. അവരതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അതുപോലെ തന്നെ അവരത് മാറാൻ വേണ്ടി പോവുക എന്നുള്ള വാർത്ത കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ നിങ്ങൾ കേട്ട ഓരോ പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുത സാക്ഷ്യമായിട്ടാണ് അത് വെളിപ്പെടുന്നത്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കണം. കർത്താവിൻ്റെ ഇത് നമുക്ക് ഒന്നും കൂടെ ഉറപ്പ് തരുവാണ്, ദൈവം ആലോചനയിൽ വിശ്വസ്തനാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും നടത്തട്ടെ. വിഷയം കൂടിയുണ്ട്. ഞാൻ മകനെ കുറിച്ചിട്ട് ഒരു വിഷയം ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ 12-ാം തീയതി അയച്ചത്. അപ്പൊ അതിനുവേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. വിഷയം ഞാൻ ഇതിൽ പറയണില്ല. ബ്രദർ ഡിസംബർ 12-ാം തീയതി ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട്. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ സിസ്റ്ററെ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തിയെ കാണുവാൻ ദൈവം സഹായിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ബ്രദറെ പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്നായി പ്രേയറിന് ഇരുന്നത്. ഇന്നലെ എനിക്ക് പ്രേയറിന് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ചെവിക്കകത്ത് വേദനയായിരുന്നു. എനിക്ക് വൈകിട്ട് ആഹാരം കഴിക്കാനോ അഥവാ ഇങ്ങനെ ചില വെള്ളം കുടിക്കാനോ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് ശകലം പോലും ചെവിക്കകത്ത് വേദനയില്ല. ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ വേദന ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒത്തിരി വർഷം എന്ന് പറഞ്ഞാൽ എത്ര വർഷം സിസ്റ്ററെ? ഒരു 3 വർഷത്തിൽ കൂടുതലായി. 3 വർഷമായിട്ടുള്ള ചെവി വേദന. ഇപ്പൊ വേദന ഇല്ല അവിടെ. 2022 തൊട്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ ചെറുതായിട്ട്. പക്ഷെ ഇന്നലെ എനിക്ക് വെള്ളം ഉമിനീര് ഇറക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് വേദനയായിരുന്നു. ഇപ്പൊ ആ വേദന അവിടെ ഇല്ല. ഇന്ന് പരിപൂർണമായിട്ട് മാറി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എന്റെ ഷുഗർ കാരണം ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു കണ്ണിന്. പക്ഷെ അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണിന് സൗഖ്യം തരാൻ. കണ്ണ് കാണുന്നില്ല, പക്ഷെ ചെവി വേദന പൂർണ്ണമായിട്ടും മാറി. കർത്താവ് ഇന്ന് കൈ വെച്ചോണം. ആ ചെവി വേദന മാറ്റിയ കർത്താവ്, 3 വർഷമായിട്ടുണ്ടായിരുന്ന ചെവി വേദന മാറ്റിയ കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. കർത്താവ് ഇന്നലെ പറഞ്ഞ കർത്താവ് ഇപ്പോൾ തന്നെ കണ്ണ് തുറക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ ആ ചെവി തുറന്ന കർത്താവ് അങ്ങ് പ്രിയമങ്ങളുടെ കണ്ണ് തുറന്ന് നാളെ ഞങ്ങൾ അത്ഭുത സാക്ഷ്യം ഇന്ന് അവിടെ കേൾക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. താങ്ക് യു ബ്രദർ.
ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ് ബ്രദറെ, ഞാനൊരു പറഞ്ഞു സാക്ഷ്യം പറയാം. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, ഇന്ന് എനിക്ക് 2-3 സാക്ഷ്യമുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ അനിയത്തിനെ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു. കാരണം അവളുടെ കുഞ്ഞിന് അത് സെറിബ്രൽ പാൾസി ഉള്ള കുഞ്ഞാണ്, കിടക്കുന്ന കുഞ്ഞാണ്. അപ്പൊ ഇന്നലെ മുതൽ വയറിന് വേദനയായിട്ട്, വയറിന് വേദനിച്ച് തൊടുമ്പോൾ ഭയങ്കരമായിട്ട് കൈ തട്ടി മാറ്റുന്നു. അങ്ങനെ വയറിന് വേദന അറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് യൂറിൻ പോകുന്നില്ലെന്ന് അവസാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ബ്ലാഡർ ഫുള്ളായിട്ട് അവർ കുത്തിയെടുത്തതാ യൂറിന്. അങ്ങനെ അവിടെ വൈകുന്നേരം വരെ കിടത്തി. ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിൽ അത് ട്രിപ്ലെറ്റ്സ് ആയിരുന്നു. ബാക്കി 2 പേര് സ്കൂളിൽ പോയിട്ട് വന്ന് വേറെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് അവര് വീട്ടിലേക്ക് പോകുന്നു. ഇന്ന് രാവിലെ വരെയും വലിയ കുഴപ്പമില്ലായിരുന്നു, ചെറിയ വേദന, ചെറുതായിട്ടൊരു ഇതായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും കുഞ്ഞിന് പഴയതുപോലെ ഇന്നലത്തെ അതേ അവസ്ഥ തുടങ്ങി. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അവരുടെ ജോലി സ്ഥലത്തൊന്നും ഹസ്ബൻഡിനെ വിടത്തില്ല. അവൾക്ക് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അവര് ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞ് സ്കാൻ ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്കത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനോ തന്നെ ഒന്നും ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് അവൾ ഭയങ്കര സങ്കടത്തോടെ എന്നെ വിളിച്ചു ചേച്ചി ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ ദേഹത്ത് കൈവെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അധിക സമയമൊന്നും പ്രാർത്ഥിച്ചില്ല, വചനം മാത്രം പറഞ്ഞുള്ളൂ. ബ്രദറെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ കർത്താവ് വഹിച്ച് വേദനകളെ ചുമന്നു. അവന്റെ പേര് ജോഷുവ എന്ന. അപ്പൊ ജോഷുവയുടെ സകല വേദനകളെയും ചുമന്ന കർത്താവിന്റെ തിരുമുറിവിനാ ജോഷുയുടെ മേൽ സൗഖ്യം വന്ന്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ ഇച്ചിരി വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞിന്റെ ദേഹത്ത് ആ വചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ച് പറഞ്ഞു കുഞ്ഞ് നോർമലായത്, നന്നായിട്ട് ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ച്, നന്നായിട്ട് യൂറിൻ പോയി. അത് മാത്രമല്ല അവള് കുഞ്ഞ് ഫുഡ് കഴിച്ച ഉടനെ അവളുടെ കയ്യിലിരുന്ന് കുഞ്ഞ് ഉറങ്ങിപ്പോയി. അതിനുശേഷം ഈ സമയം വരെ കുഞ്ഞിന് ഒരു അസ്വസ്ഥതയായിട്ട് ഒരു വേദനയായിട്ട് ഒന്നും ഉണ്ടാകാൻ ദൈവം അനുവദിച്ചില്ല. അത് മാത്രമല്ല ബ്രദർ, ഇന്നലെ ബ്രദർ പറഞ്ഞു ഹോളില് ഇരുന്ന് പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ അടുത്ത് ആ ഹോളിൽ തന്നെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത്. ഒരു ചില്ലി റെഡ് കളറാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. എൻ്റെ ഡൈനിങ് ഹോളാണ്, ഹോളിനോട് ചേർന്നുള്ള ഡോറില്ലാത്ത ഡൈനിങ് ഹോളാണ്. അപ്പൊ ഞാൻ ശരിക്കും അവിടെ അധികം ഇരിക്കാറില്ല. ഇന്നലെ പക്ഷെ അവിടെ ചെന്നിരുന്ന് എന്നിട്ട് പറഞ്ഞ് ഒരു മോന്റെ ഭാവി സംബന്ധമായിട്ടുള്ള വിഷയത്തിന്മേൽ ദൈവം അത് തൊടുകയാണ്. ഞങ്ങൾ ഈ ആഴ്ച വളരെ ഭാരപ്പെട്ടിരുന്ന വിഷയമാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ അവന് ഹോസ്റ്റലിൽ കയറാൻ കഴിയാതെ വേണം അതിന്റെ അധികാരികൾ നിൽക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് അതിന് വചനം തന്നു. ഇന്നലെ ബ്രദറിൽ കൂടി വീണ്ടും കർത്താവ് ഞങ്ങളെ അത് ഉറപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ശരിക്കും 2 വർഷത്തോളമായി എൻ്റെ ശരീരത്ത് ചൊറിച്ചിൽ തുടങ്ങിയിട്ട് അത് കുറച്ചൊന്ന് മാറും വീണ്ടും തുടങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് 3 മാസമായിട്ട് എൻ്റെ ശരീരത്തിൽ ഒരു ബ്ലോക്ക്, ഞാനത് പുറത്ത് പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബ്ലോക്ക് വന്നതാണ് എനിക്ക് ചൊറിച്ചിലൊന്നുകൂടെ കൂടിയങ്ങ് വളരെ അസ്വസ്ഥതയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് എൻ്റെ ബ്ലോക്കിനെ മാറ്റി എനിക്ക് അത് കാണിച്ചു തന്ന ദൈവം സ്വപ്നത്തിൽ ആ ബ്ലോക്കിൽ നിന്ന് മാറുന്നതായിട്ട് രാവിലെ 11 മണിയായപ്പോഴത്തേന് എൻ്റെ ജീവിതത്തിൽ ആ ബ്ലോക്ക് മാറി. അത് മാത്രമല്ല ബ്രദറെ, പിന്നെ ഈ നിമിഷം വരെ എൻ്റെ ശരീരത്തിൽ ആ ചൊറിച്ചിലില്ല. എനിക്കിപ്പോഴും ഇതുവരെയും എൻ്റെ ശരീരത്തിൽ ആ ചൊറിച്ചിൽ പിന്നെ വന്നിട്ടില്ല. ഇങ്ങനെ വലിയ അത്ഭുതത്തോടെ ദൈവം എന്നെ ഇന്ന് നടത്തി. ദൈവത്തിന് സർവ്വമഹത്വവും. ബ്രദറിനും തീർച്ചയായിട്ടും പറഞ്ഞു സിസ്റ്ററെ. ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എങ്ങനെ വചനം എടുത്ത് ഉപയോഗിക്കണമെന്ന്, എങ്ങനെ ദൈവത്തോട് അടുക്കണമെന്നും കർത്താവിനെ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും പ്രീസ്റ്റ് പറഞ്ഞ വലിയ സാക്ഷിയാണ്. പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മെഡിക്കൽ സയൻസിൽ നമുക്ക് പലപ്പോഴും അവർ തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, പലപ്പോഴും പരിമിതിയുണ്ട് എല്ലാവർക്കും. പക്ഷേ നമ്മുടെ ദൈവത്തിന് പരിമിതിയില്ല. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. പ്രീസ്റ്റ് പറഞ്ഞ പോലെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ ബുദ്ധിമുട്ടുകൾ അത്രയും ബുദ്ധിമുട്ടിരുന്ന് ഭാരപ്പെട്ടിരുന്നപ്പോൾ പറഞ്ഞു, ഇല്ല, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. വിശ്വസിച്ചു, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അവൻ്റെ മേൽ വ്യത്യാസം കണ്ടു. അവൻ ആഹാരം കഴിച്ചു, ദൈവം കൊടുത്തു. അത് മാത്രമല്ല പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കർത്താവ് ആ കുടുംബത്തെ ലൊക്കേറ്റ് ചെയ്യാനിടയായി തീർന്നു. ആ ഭവനത്തെ ദൈവം തൊട്ടു. ആ ഭവനത്തെ കർത്താവ് വെളിപ്പെടുത്തി. അവരുടെ വിഷയത്തെ കർത്താവ് വെളിപ്പെടുത്തി. മോൻ്റെ കാര്യത്തെ കർത്താവ് വെളിപ്പെടുത്തി. ദൈവാത്മാവ് ആലോചന. പിന്നെ അത് മാത്രമല്ല ലെസ്റ്റർ പറഞ്ഞ രോഗത്താൽ ഭാരപ്പെട്ട് ശരീരത്തിൽ ദൈവം പൂർണ്ണ സൗഖ്യം. നിങ്ങൾ കേട്ടവരുന്ന വാക്യം ബ്ലോക്കായി നിന്നതിനെ മാറി 2 വർഷമായിട്ട് ആ ചൊറിച്ചിൽ ബുദ്ധിമുട്ട്, ആ ബ്ലോക്ക് നിമിത്തം ഉണ്ടായ ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് യേശു അത്ഭുതം ചെയ്തു. നിങ്ങൾ ഈ സാക്ഷിയൊക്കെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് വന്നു ഫെബ്രുവരി നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ പറയണം. കാര്യം അവിടെ വരുന്ന അനേകർക്ക് ചിലപ്പോൾ നമുക്കറിയത്തില്ല, രോഗികളായിട്ട് അനേകർ വരും. അവർക്കിത് കേൾക്കുമ്പോൾ യേശുവിനെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ സൗഖ്യമാക്കുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് അവരുടെ കാലൂന്നി എണീക്കാൻ പറഞ്ഞതുപോലെ അവിടെ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ യേശുവിൽ എനിക്കും ഒരു അത്ഭുതം വേണമെന്നൊരു ചിന്ത വരും.
അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ഇതൊരു അപേക്ഷയല്ല, ഇതൊരു നിർബന്ധമാണ്. നിങ്ങളെ പറയുന്ന കാര്യം, നിങ്ങളുടെ ഒരു സാക്ഷ്യം മതി തകർന്നൊരു വ്യക്തി ഇതേപോലെ സൗഖ്യമാകുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ട്രാക്റ്റുകൾ, ഞാൻ എല്ലാവരും മിക്കവരും ലെഫ്റ്റ് ആയിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ട്രാക്റ്റുകൾ നിങ്ങളുടെ ഏരിയയിൽ കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? സമയം ഒത്തിരി മുന്നോട്ട് പോകാൻ എനിക്കറിയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി സാക്ഷികൾ നമുക്ക് നാളെ പിന്നെയും തുടർമാനമായിട്ട് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് അന്യഭാഷ പ്രാർത്ഥന ഡീറ്റെയിൽസുകൾ നാളെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഞാൻ അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ല. പലപ്പോഴും നമുക്ക് ഈ സമയത്തിൻ്റെ പരിമിതികൾ നീണ്ടുപോകുന്നതിൻ്റെ പല കാരണങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന്, കർത്താവ് നമ്മളെ വചനത്താലും ദൈവികമായിട്ടുള്ള ആലോചനകളാലും അത്ഭുതങ്ങളാലും ദൈവം നമ്മുടെ കൂട്ടായ്മയെ നടത്തുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ സമയമാണ്, നമുക്കതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നതല്ല. എങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാ മേഖലയിലും ഒരു സ്വാതന്ത്ര്യം കർത്താവ് വരുത്തുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ